ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും എക്സാം ഒക്കെ എളുപ്പമായിരുന്നു എന്ന് കരുതുവാണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ സോപ്പ് ബബിൾ ഈസ് ഗിവൺ എ പോസിറ്റീവ് ചാർജ്. ഒരു സോപ്പ് ബബിൾ നമ്മൾ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇത് നമ്മുടെ ഒരു സോപ്പ് ബബിളാണെന്ന് എഴുതുക. നമ്മൾ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചാർജ് ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുക. ഇറ്റ്സ് റേഡിയസ് വിൽ ബി. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നിൽക്കുന്ന സോപ്പ് ബബിളിനെ ചാർജ് ചെയ്തിരിക്കുമ്പോഴേ ഈ പോസിറ്റീവ് ചാർജും ഈ പോസിറ്റീവ് ചാർജും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓരോ പോസിറ്റീവ് ചാർജും പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങും? റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ റിപ്പൽ ചെയ്തവർ മാക്സിമം അകന്ന് നിൽക്കാൻ ശ്രമിക്കില്ലേ? അങ്ങനെ ഈ സോപ്പ് ബബിൾ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാം. എ മില്യൺ ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു എ പിത്ത് ബോൾ. ഓക്കെ, പിത്ത് ബോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോൾ എന്നുള്ളൊരു കൺസെപ്റ്റേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അല്ലെ ഒരു ബോൾ, ആ ബോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജ് ആഡ് ചെയ്യുന്നു. എത്രമാത്രം ചാർജാ? മില്യൺ എന്ന് പറഞ്ഞാൽ 10⁶. ഓക്കെ, 10⁶ ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് മൊത്തം എത്ര ചാർജ് ഉണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഏത് ബോഡിയിലുമുള്ള ചാർജിനെ നമ്മൾ എങ്ങനെ എഴുതുക? N × E എന്ന് എഴുതിയാൽ മതി അല്ലേ. എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺ, ഓരോ ഇലക്ട്രോണിൻ്റെ ചാർജിനെ എണ്ണം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 10⁶ ഉണ്ട്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാ? മൈനസ് ആണ്. അപ്പം നെഗറ്റീവ് മൊത്തം വരും. 1.6 × 10⁻⁻19 ആണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ ഇത് -1.6 × 10⁻13 കുളം എന്ന് വരും. ഇതാണ് മൊത്തം ചാർജ് വരിക. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോകാം. 2 plates ആർ 1 cm അപ്പാർട്ട് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് 10 volt. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 പ്ലേറ്റുകളുണ്ട് എന്നാണ് പറയുക. ഓക്കെ, 2 പ്ലേറ്റുകൾ. ഈ 2 പ്ലേറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്? 10 volt ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 1 cm, ദാറ്റ് ഈസ് 10⁻⁻2 മീറ്റർ. ഇതാണ് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്, ഈ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മളോട് വെറുതെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് പോയിന്റ് ആണെന്നൊന്നും പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലേ. 2 പ്ലേറ്റുകളുണ്ട്, പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 volt, സെപ്പറേഷൻ 1 cm, ദെൻ ഇവർക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്. അത് ഇടയ്ക്ക് ഏത് പോയിന്റ് എന്നൊന്നും പറയാത്ത സ്ഥിതിക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് എല്ലാ പോയിന്റിലെയും ഫീൽഡ് സെയിമാണ്. ഈ ഇടയ്ക്കുള്ള എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് സെയിമാണ്. എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണെങ്കിൽ അത് എന്ത് ഫീൽഡാണ്? യൂണിഫോം ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും സെപ്പറേഷനും അതുപോലെ ഇലക്ട്രിക് ഫീൽഡും കൂടെ ഒരു ബന്ധമില്ലേ? E = V/D. ഇത് നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ്. E = V/D. അപ്പോൾ V എന്ന് പറഞ്ഞാൽ എത്രയാ? 10 volt. D എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻⁻2. ശരിയല്ലേ? ഈ 10⁻⁻2 മുകളിലോട്ട് വരുമ്പോൾ 10⁻2 ആകില്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 10 × 10⁻2 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 10⁻3. 10⁻3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 Nm/Coulomb. ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, അപ്പം Nm/Coulomb എന്നെഴുതാം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 വരും. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണേ. ദ ഗ്രാഫ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് E ആൻഡ് R ഫോർ എ കണ്ടക്റ്റിംഗ് യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ ഓഫ് റേഡിയസ് R. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കണ്ടക്റ്റിംഗ് ആണ്, അതുപോലെ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്പിയർ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതൊരു കണ്ടക്റ്റിംഗ് സ്പിയർ ആണ്, ഷെല്ലല്ല. കണ്ടക്റ്റിംഗ് യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ ആണ്. പക്ഷേ നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കണ്ടക്റ്റിംഗ് സ്പിയറിനെ നമ്മൾ ചാർജ് ചെയ്താൽ, കണ്ടക്റ്റിംഗ് സ്പിയറിനെ ചാർജ് ചെയ്താൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ചാർജുകളൊക്കെയും സ്പിയറിൻ്റെ ഔട്ടർ സർഫസിൽ വരും. അകത്ത് നമ്മളൊരു പോയിന്റ് നോക്കിയാൽ അവിടെ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സസ് ചാർജസ് വിൽ റിസൈഡ് ഓൺലി ഓൺ ദി ഔട്ടർ സർഫസ് എന്നാണ് പറയുക അല്ലേ. എക്സസ് ചാർജസ് വിൽ റിസൈഡ് ഓൺലി ഓൺ ദി ഔട്ടർ സർഫസ്. ഈ ഔട്ടർ സർഫസിലായിരിക്കും എന്ത് നിൽക്കുക? നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്ത ചാർജുകളൊക്കെ നിൽക്കുക. അപ്പോൾ ഇത് ആരെ പോലെ ബിഹേവ് ചെയ്യുന്ന പറയുക? ഇതൊരു ഷെല്ല് പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്പിയർ എന്ന് പറയുന്നത് ആരെ പോലെ ബിഹേവ് ചെയ്യും? ഇറ്റ് വിൽ ലുക്ക് ലൈക്സ് എ ഷെല്ല് പോലെ ബിഹേവ് ചെയ്യും എന്നാണ് പറയാം. ഇതിനകത്തൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 0. എല്ലായിടത്തും അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0. പിന്നെ നമ്മൾ പുറമേ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് നോക്കുമ്പം ഈ എൻറ്റയർ ചാർജും സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെ എടുക്കാമെന്നാണ് പറയുക അല്ലേ. ഔട്ട്സൈഡ് ദി സ്പെറിക്കൽ ഷെൽ ഇറ്റ് ഈസ് ലുക്ക് ലൈക്സ് എൻറ്റയർ ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ് സെൻറ്ററിൽ എല്ലാ ചാർജും ഇരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഔട്ട്സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ഈ എൻറ്റയർ ചാർജും Q സെൻട്രലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് എടുക്കാം. അപ്പോൾ Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് R². ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള പുറമേ ഉള്ള ഏതൊരു പോയിന്റിലെ ഫീൽഡ് ചോദിച്ചാൽ എക്സ്പ്രഷൻ. അപ്പോൾ അകത്ത് ഫീൽഡ് 0യും
ഔട്ട് സൈഡിലേക്ക് വന്നാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയറുമാണ് അല്ലേ. ഔട്ട് സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ, ബട്ട് ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0. അങ്ങനെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ, അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ അകത്ത് R ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ സർഫസ് വരെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതിനുശേഷം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആ ഒരു അകത്ത് 0 എന്നുള്ള ഐഡിയ കാണിക്കുന്ന ഒറ്റ ഗ്രാഫേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജുകൾ റെസ്റ്റ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്താൽ മതി കേട്ടോ. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ റെസ്റ്റിലാണല്ലോ. അപ്പോൾ ഈ ചാർജുകൾ റെസ്റ്റിൽ നമ്മൾ ചാർജിങ് എങ്ങനെയൊക്കെ നടത്താമെന്നാണ് പറയുക, ഫ്രിക്ഷൻ വഴി നടത്താം അല്ലേ, ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ കാരണം സ്റ്റാറ്റിക് ചാർജുകൾ ഉണ്ടാവും. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രോസസ്സ് എന്ന് അറിയാലോ. ഓക്കെ, വിത്തൗട്ട് എനി കോണ്ടാക്ട് ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ചാർജിങ് ബൈ ഇൻഡക്ഷൻ അതുപോലെ തന്നെ ഫ്രിക്ഷൻ, ഈ 2 കാര്യങ്ങൾ വഴിയാണ് നമുക്ക് സ്റ്റാറ്റിക് ചാർജുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഫ്രിക്ഷനും അതുപോലെ തന്നെ ഇൻഡക്ഷനുമാണ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി കോണ്ടാക്ട് ഇല്ലാതെ, ചാർജഡ് ആയിട്ടുള്ള ഒരു ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതെ മറ്റൊരു ബോഡിക്ക് ചാർജ് കൊടുക്കുന്ന പ്രോസസ്സിനാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5ൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോവുകയാണേ. ഓക്കെ, ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെന്നത്, ഒരു സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരിടത്തും ക്രൗഡഡ് ആവാൻ പാടില്ല. ഒരിടത്തും എന്ന് വെച്ചാൽ ഈ ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ വരച്ച് കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഫീൽഡ് ലൈൻസ് പോകാമെന്ന് ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് പോകുന്നതെങ്കിൽ ഇവിടെ നോക്കിയിട്ടേ, ഇപ്പോൾ ഞാനൊരു പോയിന്റ് ചൂസ് ചെയ്യുക. ഇത് A എന്ന് പറയുന്ന പോയിന്റ്, ഇത് വേറൊരു പോയിന്റ് B എന്ന് ചൂസ് ചെയ്യുക. ഇവിടെ ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പറയാം? ഇവിടെ A എന്ന് പറയുന്ന പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ, എയിലാണ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ, ആരെക്കാട്ടിലും B കാട്ടിലും. എങ്ങനെയാണ് നമ്മൾ പറയുക? എവിടെയാണോ ഫീൽഡ് ലൈൻസ് കൂടുതൽ ക്രൗഡഡ് ആയിട്ട് വരിക അവിടെയാണ് ഫീൽഡ് കൂടുതൽ. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ക്രൗഡഡ് ആയിട്ട് വരിക, ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ ഫീൽഡ് ലൈൻസ് അകന്ന് പോവുകയാണ്. അപ്പോൾ ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. അപ്പോൾ എല്ലായിടത്തും ഒരേ ഫീൽഡ് ആകുമ്പോഴല്ലേ നമ്മൾ യൂണിഫോം എന്ന് പറയുക. എല്ലായിടത്തും ഒരേ ഫീൽഡ് വരിക എന്ന് പറഞ്ഞാൽ ഒരിടത്തും ക്രൗഡഡ് ആവാനും പാടില്ല, ഒരിടത്തും ഡൈവേർജ് ചെയ്ത് പോകാനും പാടില്ല, കൺവേർജ് ചെയ്യാനും പാടില്ല, ഡൈവേർജ് ചെയ്ത് പോകാനും പാടില്ല. അപ്പം ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള പാരലൽ ലൈൻസ് ആണ് എങ്കിൽ അത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? അത് ഈക്വൽ അഥവാ യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം പാരലൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് യൂണിഫോം ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് വരുവാണെങ്കിൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്പെറിക്കൽ കണ്ടക്ടർ. അപ്പോൾ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഹോളോ സ്പെറിക്കൽ കണ്ടക്ടർ. അപ്പോൾ ഇതൊരു ഹോളോ ആയിട്ടുള്ള സ്പെറിക്കൽ കണ്ടക്ടറാണ്. പക്ഷേ ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ചാർജ് അവിടെ മാത്രമേ നിൽക്കുള്ളൂ, ചാർജ് സർഫസിൽ മാത്രമേ നിൽക്കത്തുള്ളൂ, സർഫസ് മാത്രമേ ഉള്ളൂ. ഇവന് ഹോളോയാണ്. ഓക്കെ, ഇവനെ നമ്മൾ ചാർജ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവൻ്റെ ചാർജ് ക്യാപിറ്റൽ Q എന്ന് എഴുതുക. ഇവൻ്റെ ചാർജ് ക്യാപിറ്റൽ Q എന്ന് എഴുതുക. നമ്മളെല്ലാവരും പഠിക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഷെല്ലിൻ്റെ ഔട്ട് സൈഡിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട്, ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് തരുക, ഔട്ട് സൈഡിൽ ഒരു പോയിന്റ് തരുക, സെൻറ്ററിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഔട്ട് സൈഡിൽ ഒരു പോയിന്റ് തരുക. ഈ ഔട്ട് സൈഡ് പോയിന്റിലെ പൊട്ടൻഷ്യൽ ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ എൻറ്റയർ ചാർജും സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു Q/R. ഇതാണ് ഔട്ട് സൈഡിലെ പൊട്ടൻഷ്യൽ വരിക. സർഫസിലാണെങ്കിൽ Q/R വരും. ഇനി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഉള്ളിൽ എന്താണ് 0? ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഫർദറായിട്ട് പൊട്ടൻഷ്യൽ കൂടുകയുമില്ല, കുറയുകയുമില്ല. ഇതേപോലത്തെ ഒരു ഐഡിയ നമ്മൾ ഗ്രാവിറ്റേഷൻ്റെ ചാപ്റ്ററിലും പഠിക്കുന്ന അറിയാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഫീൽഡ് 0 ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുവാണെങ്കിൽ അവൻ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഫോഴ്സ് ഒന്നും അനുഭവപ്പെടില്ല. അതുകൊണ്ട് അവനെ പിന്നെ അകത്തൂടെ മൂവ് ചെയ്യുന്നതിന് ഫർദറായിട്ട് നമ്മൾ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്ന് പറഞ്ഞാൽ അകത്തുള്ള എല്ലാ പോയിൻറ്റും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അത് എന്തിനോട് തുല്യമായിരിക്കും? സർഫസിലെ പൊട്ടൻഷ്യലിനോട് തുല്യമായിരിക്കും. അപ്പോൾ ഒരു ചാർജഡ് ആയിട്ടുള്ള യൂണിഫോം ഹോളോ സ്പിയർ തരുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യലിനോട് സെയിം ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 വരും. ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളൊരു ഡൈപോൾ കൊണ്ട് ഈ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്ന പറയാം. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് +Q, ഇത് -Q, സ്മോൾ ഡിസ്റ്റൻസ് സെപ്പറേഷനെ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസിനെ 2a എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ പറയാം,
നമ്മുടെ ഡൈപോൾ കൊണ്ട് യൂണിഫോം ഫീൽഡിലാണ് വെക്കുന്നതെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, യൂണിഫോം ഫീൽഡിലാണ് വെക്കുന്നതെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. കാരണം ഈ പ്ലസ് ക്യൂവിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതേ ഫോഴ്സ് തന്നെ മൈനസ് ക്യൂവിനും ഉണ്ടാവും, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, പക്ഷേ ടോർക്ക് ഉണ്ടാവും. എവിടെ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ. ഇനി നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സും ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷേ മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമായിരിക്കും. കാരണം ഇവിടുത്തെ ഫീൽഡല്ല ഇവിടുത്തെ ഫീൽഡ്. അപ്പോൾ നമ്മുടെ ഡൈപോൾ പ്ലേസ് ചെയ്യുന്നത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഒരിക്കലും എന്താവാൻ പോകുന്നില്ല? 0 ആവാൻ പോകുന്നില്ല. നെറ്റ് ഫോഴ്സ് ഒരിക്കലും 0 ആവാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഓൾറെഡി ഇവൻ എന്തും കൂടി ഉണ്ട്, ടോർക്കുണ്ട്. അപ്പോൾ ഒരു ഡൈപോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചു എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ബോത്ത് ഫോഴ്സ് ആൻഡ് ടോർക്ക്. ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ബോത്ത് ഫോഴ്സ് ആൻഡ് ടോർക്ക്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് വരുവാണെങ്കിൽ, ദ വർക്ക് ഡൺ ഇൻ ഡിഫ്ലക്റ്റിംഗ് എ ഡൈപോൾ ത്രൂ 180 ഡിഗ്രി ഫ്രം ഫീൽഡ് ഡയറക്ഷൻ. വർക്ക് ഡൺ ഇൻ ഡിഫ്ലക്റ്റിംഗ് എ ഡൈപോൾ ത്രൂ 180 ഡിഗ്രി ഫ്രം ഫീൽഡ് ഡയറക്ഷൻ. ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഇരിക്കുന്ന ഒരു ഡൈപോൾ, ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഇരിക്കുന്ന ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റിനൊരു ഡയറക്ഷനുണ്ട്. നിങ്ങൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്ന ടൈമൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഒരു ഡൈപോൾ തരുവാണെങ്കിൽ നമ്മൾ ആ ഡൈപോളിൻ്റെ സ്ട്രെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈമാണ് ഡൈപോൾ മൊമെൻറ്റ് അല്ലേ? ഈ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? 1 ഓഫ് ദി ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഞാനിപ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതുവാണ്, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ്. ഓക്കെ, 1 ഓഫ് ദി ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ്. അപ്പോൾ Q ഇൻറ്റു 2 ആണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ -Q2 + Q ആണ്. എനിവേ നമ്മളോട് പറയുകയാണ് ആദ്യം ഡൈപോൾ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഇരിക്കുന്നത്. ഓക്കെ, ആദ്യമേ നമ്മളൊരു ഡൈപോൾ എടുക്കുന്നു. സപ്പോസ് ഇതാണ് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് എഴുതുക. ആദ്യമേ നമ്മൾ ഡൈപോൾ ഏത് ഡയറക്ഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്? ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫീൽഡും ഡൈപോളിലൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഞാൻ θ1 എന്നെടുക്കുവാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡും ഡൈപോളിലൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1 എന്നെടുക്കുവാണ്, ദാറ്റ് θ1 ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മളോട് പറയുവാണ് അവിടുന്ന് അവനെ എന്ത് ചെയ്യണം? 180 ഡിഗ്രി തിരിക്കണം. അപ്പോൾ ഇവനെ 180 ഡിഗ്രി തിരിക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ കണ്ടീഷൻ എന്ത് വരും? ഇത് ഫീൽഡിൻ്റെ ഡയറക്ഷന്, പക്ഷേ നമ്മുടെ ഡൈപോളിൻ്റെ ഡയറക്ഷൻ എന്തായി? ഡൈപോളിൻ്റെ ഡയറക്ഷൻ നേരെ തിരിച്ച് വരും. ഫീൽഡിൻ്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരണം, ഡൈപോളിൻ്റെ ഡയറക്ഷൻ പറഞ്ഞാൽ അല്ലേ? അങ്ങനെ വരുവാണെങ്കിൽ ആംഗിൾ എത്ര വരും? അങ്ങനെ വരുവാണെങ്കിൽ ആംഗിൾ 180 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഡൈപോൾ ഇരിക്കുന്നതെങ്കിൽ ആംഗിൾ 0 വരും. ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിൽ ആംഗിൾ 180 വരും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ അപ്പം ആംഗിൾ 0 നിന്നും ആംഗിൾ 180ലേക്ക് തിരിക്കാനായിട്ട് എത്ര വർക്ക് ചെയ്യണമെന്ന ചോദ്യം. ഇത് നിങ്ങൾ ഡയറക്റ്റായിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ഫ്രം ആൻ ആംഗുലാർ പൊസിഷൻ θ1 ടു θ2. θ1 എന്ന് പറയുന്ന ആംഗുലാർ പൊസിഷനിൽ നിന്ന് θ2ലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന വർക്ക് ചോദിച്ചാൽ ഫോർമുല ഇതാണ്. വർക്ക് W ഈസ് ഈക്വൽ ടു PE ഇൻറ്റു cos θ1 മൈനസ് cos θ2. PE ഇൻറ്റു cos θ1 മൈനസ് cos θ2. നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് PE ഇൻറ്റു cos θ1. വാട്ട് ഈസ് θ1? cos 0. ഓക്കെ, cos 0 മൈനസ് വാട്ട് ഈസ് cos θ2? cos 180. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ cos 0യുടെ സ്ഥാനത്ത് എന്താ വരിക? cos 0 എന്ന് പറഞ്ഞാൽ 1 വരും അല്ലേ? മൈനസ് cos 180 എന്ന് പറഞ്ഞാൽ -1 വരും. ആ 2 മൈനസോട് വന്നത് പ്ലസ് ആയി. ദാറ്റ് ഈസ് 2 ഇൻറ്റു P ഇൻറ്റു E എന്ന് വരും. 2P ഇൻറ്റു E ഇതാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 വരും. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ. ഇപ്പോൾ നമ്മൾ +2 സിലബസിൽ പഠിക്കുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകളെ കുറിച്ചാണ് അല്ലേ? അതിൻ്റെ കപ്പാസിറ്റൻസ് അഥവാ കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കപ്പാസിറ്റൻസ് എന്താണ്? C ഈസ് ഈക്വൽ ടു ε0 A/d. ഇതാണ് നമ്മൾ ജനറലായിട്ട് കപ്പാസിറ്റൻസിന് പറയുന്ന എക്സ്പ്രഷൻ അല്ലേ? ε0 A/d. A എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളുടെ ഏരിയ ആണ്. D എന്ന് പറഞ്ഞാൽ പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. ε0 എന്ന് പറഞ്ഞാൽ അവർക്കിടയ്ക്കുള്ള മീഡിയം ആണ് അല്ലേ? ε0 എന്ന് പറഞ്ഞാൽ അവർക്കിടയ്ക്കുള്ള മീഡിയം, അതായത് വാക്യം ആണെങ്കിൽ വാക്യത്തിൻ്റെ ഡൈഇലക്ട്രിക് വാക്യത്തിൻ്റെ പെർമിറ്റിവിറ്റി. ഇനി വേറൊരു മീഡിയം ആണെങ്കിൽ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ. ഇനി നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയുന്നത്? മെറ്റൽ യൂസ്ഡ് ടു മേക്ക് ദി പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഇതിനകത്ത് തന്നിട്ടില്ല. അപ്പോൾ ഇത് തെറ്റാണല്ലേ? അടുത്തത് ദ തിക്നെസ് ഓഫ് ദി മെറ്റൽ പ്ലേറ്റിൻ്റെ തിക്നെസ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ അക്രോസ് ദി പ്ലേറ്റുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിനകത്ത് വന്നിട്ടില്ല.
ആകെയുള്ളത് സെപ്പറേഷൻ ബിറ്റ്വീൻ പ്ലേറ്റ്സ്, പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമേ ഇതിനകത്ത് കറക്റ്റായിട്ട് വരുള്ളൂ. സോ 10th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വരുവാണ്. കൗണ്ട് ദ നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ എത്ര കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാം. ഓക്കെ, ആദ്യമേ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഇൻ നെഗറ്റീവ് ചാർജ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നതാണ് പറയാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം അല്ലേ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രെങ്ത് ഓഫ് ദി ചാർജ്. ഓക്കെ, അതായത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ്. അപ്പോൾ ഒരു സ്ഥലത്തെ സ്ട്രെങ്ത് കൂടുതലാണെന്ന് എഴുതുക. ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ അവിടെ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. നമ്മളോട് പറയുന്നത് അങ്ങനെയല്ലേ, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ. ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും എത്ര ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരുന്നു എന്നത് അവിടുത്തെ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ ഫീൽഡ് ഉണ്ടെങ്കിൽ കൂടുതൽ ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് വെച്ചിട്ടുണ്ടാവും അല്ലേ. ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ കുറച്ച് ഫീൽഡ് ലൈൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം ഫീൽഡിൻ്റെ സ്ട്രെങ്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നാണ് പറയുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് നോർമലി പാസ് ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് മെഷർ ഓഫ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓർക്കുക അല്ലേ. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ ഡിഫൈൻ ചെയ്ത് പഠിക്കാറില്ലേ. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സർഫസിൽ കൂടിയാണ് നമ്മൾ എടുക്കുക. എന്താ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുക, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസ് എടുത്താൽ ആ സർഫസിനെ നോർമലായിട്ട് പാസ് ചെയ്ത് പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുക. ശരിയാണോ? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിനെ നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഫ്ലക്സിൻ്റെ ജനറൽ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് അല്ലേ, ഇ ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുലയായിട്ട് വരിക. ഇപ്പോൾ സപ്പോസ് ഒരു കേസിൽ നമ്മൾ തീറ്റ ഇപ്പോൾ 0 എന്ന് എഴുതുക. തീറ്റ 0 ആണെങ്കിൽ ഫ്ലക്സ് എന്താ വരിക, ഇ ഇൻറ്റു എ എന്ന് വരും അല്ലേ. ഇ ഇൻറ്റു എ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ നോർമലായിട്ടുള്ള ഏരിയ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ. ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഏരിയ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ ചോദിച്ചേക്കുന്ന ടൈം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് നോർമലി പാസ് ത്രൂ യൂണിറ്റ് ഏരിയ. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ. ഇതെന്താ, മൊത്തം എ ഏരിയയിൽ കൂടി നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് ഫ്ലക്സ് എന്ന് പറയുക. എ എന്ന് പറയുന്ന ഏരിയയിൽ കൂടി നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ മൊത്തം എണ്ണമാണ് ഫ്ലക്സ്. അപ്പോൾ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് പെർ യൂണിറ്റ് ഏരിയ, നോർമൽ ത്രൂ യൂണിറ്റ് ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 5/a എന്ന് വരില്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ഇ അല്ലേ. അവർ പറഞ്ഞേക്കുന്നത് ഈസ് മെഷർ ഓഫ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ശരിയാ, ഇ എന്ന് പറഞ്ഞാൽ ആരാ, ഫീൽഡ് ഇൻറ്റൻസിറ്റിയാ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണല്ലേ. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ 2 ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. അതെല്ലാവരും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയാലും ഒരിക്കലും എന്ത് ചെയ്യാറില്ല, കൂട്ടിയിടിക്കാറില്ല, ക്രോസ് ചെയ്ത് പോകാറില്ല. അപ്പോൾ അത് ശരിയാണ്. യൂണിഫോം ഫീൽഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഈക്വലി സ്പേസ്ഡ് പാരലൽ ലൈൻസ്. കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞതാ, യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും, അതുപോലെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ. ഇപ്പോൾ എത്ര എണ്ണം ശരിയായിട്ടുണ്ട്, 5 എണ്ണം ശരിയായിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 വരും. ഓക്കെ, എ പോയിന്റ് ചാർജ് പ്ലസ് ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് എൽ. അപ്പോൾ നമ്മളെല്ലാവരും ക്യൂബ് ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, വി ഹാവ് എ ക്യൂബ്. ഓക്കെ, ക്യൂബിൻ്റെ ഒരു സൈഡ് എത്രയാണെന്നാണ് പറയുന്നത്, ക്യൂബിൻ്റെ ഒരു സൈഡ് എൽ എന്നാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പം ഒരു സൈഡ് എൽ ആയിട്ടുള്ള ഒരു ക്യൂബ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് കരുതുക. ഈ ക്യൂബിൻ്റെ കറക്റ്റ് നടുക്ക് ആരെ വെച്ചിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്. ഇനി ദ ഇലക്ട്രിക് ഫ്ലക്സ് എമർജിങ് ഫ്രം ദി ക്യൂബീസ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ചാർജിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാ വശത്തേക്കും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സർഫസിൽ കൂടിയുള്ള നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സർഫസ് അല്ലേ. ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഗോസിയൻ സർഫസ് എന്ന് വിളിക്കും. ഒരു ഗോസിയൻ സർഫസിലെ നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, ഗോസിയൻ സർഫസ് ഉണ്ടെങ്കിൽ നെറ്റ് ഫ്ലക്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ Q/ε0 അല്ലെങ്കിൽ 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് അല്ലേ. ഒരു ഗോസിയൻ സർഫസ് ഉണ്ടെങ്കിൽ ഗോസിയൻ സർഫസിൽ കൂടിയുള്ള നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. സോ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ബൈ അമ്മീറ്റർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി മെഷർഡ്. അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ താഴെ പറയുന്നതിൽ ഏതാ മെഷർ ചെയ്യുക, കറണ്ട് അല്ലേ മെഷർ ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് അല്ലേ, കറണ്ടാണ് മെഷർ ചെയ്യുക. ഇനി 14ാമത്തെ ക്വസ്റ്റിലേക്ക് വരുവാണേ. 3 കോപ്പർ വയേഴ്സ് ഹാവ് ദെയർ ലെങ്ത് ഇൻ ദി റേഷ്യോ.
അപ്പം 3 കോപ്പർ വയർ ഉണ്ട്. അവരുടെ ലെങ്തുകളുടെ റേഷ്യോ കോപ്പർ ആണെന്നുള്ളത് കോമൺ ആണേ. അപ്പോൾ L1:L2:L3 എന്ന് പറയുന്നത് 5:3:1. അപ്പം 3 കോപ്പർ വയർ ഉണ്ട്. അവരുടെ ലെങ്തുകളുടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ദെയർ മാസസ് ആർ ഇൻ റേഷ്യോ. ഇനി അവരുടെ മാസുകളുടെ റേഷ്യോ പറയുന്നുണ്ട്. 1:3:5 ആണ് മാസുകളുടെ റേഷ്യോ. അപ്പം ഞാൻ മാസുകളുടെ റേഷ്യോ M1:M2:M3 എന്നെടുക്കുവാണ് കേട്ടോ. മാസുകളുടെ റേഷ്യോ 1:3:5 എന്ന് വരും. അത് നേരത്തെ അത് 5:3:1 ആണെങ്കിൽ ഇത് 1:3:5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വിൽ ബി ഇൻ ദി റേഷ്യോ. ഈ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് ചോദ്യം. എന്ത് വയറാണ്? 3 കോപ്പർ വയറാണ്. ഒരേ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വയറാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഫോർമുല എന്താ? റെസിസ്റ്റൻസ് R = ρ × L/ഏരിയ എന്ന് പറയാം അല്ലേ. ρ × L/ഏരിയ. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്നാണല്ലോ പറയുക. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ സെയിം അല്ലേ, കോപ്പർ തന്നെയാണ്. അപ്പോൾ 3 പേർക്ക് എന്ത് സെയിമാ? റെസിസ്റ്റിവിറ്റി അഥവാ റോ സെയിമാ. 3 പേർക്കും റെസിസ്റ്റിവിറ്റി അഥവാ റോ സെയിമാ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാസ് കൊണ്ടുവരാനായിട്ട് ഞാനൊരു വഴി കാണിച്ചു തരാം. മാസ് കൊണ്ടുവരാനായിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ? R can be written as ρ × L² A × L എന്നെഴുതുക. ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഏരിയ × L എന്ന് പറഞ്ഞാൽ ശരിക്കും വോളിയം അല്ലേ. നമ്മളൊരു വയർ എടുക്കുവാന്ന് കരുതുക. ഈ വയറിൻ്റെ ലെങ്ത് L എന്ന് പറയാം അല്ലേ. വയറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് A എന്ന് പറയാം. അപ്പോൾ ഇത് ഒരു വയറാണെങ്കിൽ ഈ വയറിൻ്റെ ലെങ്ത് L, ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ A. ഈ ഏരിയ × ലെങ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ വോളിയമാണ് അല്ലേ. അതിൻ്റെ വോളിയമാണ്. അപ്പോൾ ഞാൻ ഈ ഫോർമുല ρ × L² വോളിയം എന്ന് എഴുതുക. റോ × L² വോളിയം എന്ന് എഴുതാം. നമുക്കിതിലേക്ക് ആരെ കൊണ്ടുവന്നാൽ മതി? നമുക്കിതിലേക്ക് മാസ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. മാസ് കൊണ്ടുവരാനുള്ള വഴി വോളിയം ക്യാൻ ബി റിട്ടൺ ആസ് മാസ് / ഡെൻസിറ്റി എന്ന് എഴുതാം. വോളിയത്തിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? മാസ് / ഡെൻസിറ്റി എന്ന് എഴുതാം. അപ്പോൾ ഞാനത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ക്യാൻ ബി റിട്ടൺ ആസ് ρ × L² മാസ് / ഡെൻസിറ്റി D എന്ന് എഴുതുവാണ് കേട്ടോ. ഓക്കെ. ഇനി എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന മെറ്റീരിയൽ 3 പേരും ആരാ? കോപ്പറാണ്. അപ്പോൾ കോപ്പർ ആയതുകൊണ്ട് റോ റെസിസ്റ്റിവിറ്റി സെയിം ആണ് 3 പേർക്കും. അതുപോലെ ഡെൻസിറ്റി ഓഫ് കോപ്പർ 3 പേർക്ക് സെയിം ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L²/M എന്ന് വരും അല്ലേ. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L²/M. ഓക്കെ. അപ്പോൾ 3ൻ്റെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ദാറ്റ് ഈസ് R1:R2:R3 R1 എന്ന് പറഞ്ഞാൽ L1²/M പ്രൊപ്പോർഷനാണ്. അതുപോലെ അടുത്താണെങ്കിൽ L2²/M ഇത് M1 ഇത് M2. അടുത്ത നമുക്ക് L3²/M3 എന്നെഴുതാം. ശരിയല്ലേ? ഓക്കെ. നമുക്ക് ലെങ്ത് ഇപ്പം 5, 3, 1 എന്ന് എടുക്കുക. റേഷ്യോ കോൺസ്റ്റൻ്റ് ഉണ്ട്. കോൺസ്റ്റൻ്റ് നമ്മൾ വെട്ടിക്കളയാന്ന് എടുക്കുക. അപ്പോൾ 5 എന്ന് എടുക്കുവാണെങ്കിൽ L1² എന്ന് പറഞ്ഞാൽ എത്രയായി? 25 / മാസ് എത്ര? 1. ഓക്കെ. = L2² 3² 9 / മാസ് എത്ര? 3. ഓക്കെ. = L3² 1 / എത്ര? 5 എന്ന് വരും അല്ലേ. ഓക്കെ. ഞാൻ ഇവന്മാർ രണ്ടുകൂടെ ക്യാൻസൽ ചെയ്തു. ഇത് 3 എന്ന് വരും അല്ലേ. നമുക്കിതിനെ ത്രൂ ഔട്ട് ഒരു 5 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ത്രൂ ഔട്ട് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലേ നമ്പറായിട്ട് വരുള്ളൂ. അപ്പോൾ 25 × 5 125 എന്ന് വരും അല്ലേ. പിന്നെ 3 × 5 15 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഇത് എത്ര വരും? 1 എന്ന് വരും. 125:15:1. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ. അങ്ങനെ 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 3 വരും. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 2 Ω, 4 Ω ആൻഡ് 6 Ω ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ബാറ്ററി ഓഫ് EMF 6 വോൾട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? 2 Ω ഉണ്ട്, 4 Ω ഉണ്ട്, 6 Ω ഉണ്ട്. കണക്ട് ചെയ്തേക്കുന്നു. എങ്ങനെ? സീരിയസ് ആയിട്ട്. ആരുമായിട്ട്? 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ഫൈൻഡ് കറണ്ട് ഇൻ ദി സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് കറണ്ട് വെൻ ദ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ? ആദ്യം സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, അപ്പോൾ ഉള്ള കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഫസ്റ്റ് കേസ് സീരീസ് കോമ്പിനേഷൻ ആണ് തന്നിരിക്കുന്നത്. സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ എന്താ റെസിസ്റ്റൻസ്? 2 Ω ഉണ്ട്. പിന്നെ അടുത്ത റെസിസ്റ്റൻസ് എത്രയാണ്? 4 Ω ഉണ്ട്. അടുത്ത റെസിസ്റ്റൻസ് എത്രയാണ്? 6 Ω ഉണ്ട്. ഓക്കെ. ഇനി ഇവരെ ആരുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് നോക്കിയേ. ഇവരെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഒരു സെല്ലുണ്ട്. ആ സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട് ആണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കേസിലെ കറണ്ട് എത്രയാണെന്ന് ചോദ്യം അല്ലേ. കറണ്ട് I1 = ഫസ്റ്റ് കേസിൽ I1 = വോൾട്ടേജ് / എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുത്താൽ മതി അല്ലേ. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. R1 + R2 + R3 എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ R എഫക്റ്റീവ് = R1 എന്ന് പറഞ്ഞാൽ 2, R2 എന്ന് പറഞ്ഞാൽ 4, R3 എന്ന് പറഞ്ഞാൽ 6. അപ്പം 6 4 10 10 2 12 12 Ω എന്ന് വരും അല്ലേ. സോ V എത്ര? 6/12 എത്ര വരും? 1/2. 1/2 എന്ന് പറഞ്ഞാൽ എത്ര? 0.5 ആംപിയർ. 0.5 ആംപിയർ ആണ് ഫസ്റ്റ് സീരീസ് കോമ്പിനേഷനകത്തുള്ള കറണ്ട്. ഇനി ഇവന്മാരെ എല്ലാവരെയും എങ്ങനെ കണക്ട് ചെയ്യണം? പാരലായിട്ട് സെല്ലുമായിട്ട് കണക്ട് ചെയ്യണം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെ 4 പേരെയും 3 പേരെയും നമ്മുടെ സെല്ലുമായിട്ട് പാരലായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സെല്ല് കണക്ട് ചെയ്യുക. സെല്ലിൻ്റെ വോൾട്ടേജിന് മാറ്റമില്ല, 6 വോൾട്ട്. ഇത് 2 ഓം, ഇത് 4 ഓം, ഇത് 6 ഓം. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ള കറണ്ട് അല്ലേ അടുത്തത്. ഓക്കെ, ഈ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് എന്താ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് വീണ്ടും എടുക്കണം. സോ 1/R ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് 1/6 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കൊന്ന് LCM കറക്റ്റ് ആക്കണ്ടേ. LCM കറക്റ്റ് ആക്കാനായി ഞാൻ LCM ആയിട്ട് 12 എടുക്കുക. LCM ആയിട്ട് 12 എടുക്കുകയാണെങ്കിൽ ഇവന് 12 പറഞ്ഞെങ്കിൽ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവന് 12 പറഞ്ഞെങ്കിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവന് 12 പറഞ്ഞെങ്കിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ 1/R ക്യാൻ ബി റിട്ടൺ ആസ് 6 3 9 9 2 11 അല്ലേ. 11 ഡിവൈഡ് ബൈ 12 വരും. ഓർ R ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 11 എന്ന് വരും. 12 ഡിവൈഡ് ബൈ 11 ഇതാണ് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കേസിലെ ടോട്ടൽ കറണ്ട് I2 ഈസ് ഈക്വൽ ടു V/R എന്ന് എഴുതാം. വിയുടെ സ്ഥാനത്ത് 6, ആറിൻ്റെ സ്ഥാനത്ത് എത്രയാ 12 ഡിവൈഡ് ബൈ 11 എന്ന് വരും. 12 ഡിവൈഡ് ബൈ 11 എന്ന് വരും അല്ലേ. അപ്പോൾ ഇവന്മാർ രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇത് എത്ര വരിക 1/2 എന്ന് വരും. 11/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക 11/2 5.5 എന്ന് വരും അല്ലേ. 5.5 ആംബിയർ എന്ന് വരും. സോ ആദ്യം ഉണ്ടായിരുന്ന കറണ്ട് 0.5 ആംബിയർ ആണെങ്കിൽ ഇപ്പോൾ ഉള്ള കറണ്ട് 5.5 ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 വരും. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ 50 വോൾട്ട് ബാറ്ററി ഈസ് കണക്റ്റഡ് അക്രോസ് 10 ഓം റെസിസ്റ്റർ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 50 വോൾട്ട് ബാറ്ററി ഉണ്ട്. അത് എന്തുമായിട്ട് കണക്ട് ചെയ്തു 10 ഓം റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തു. കറണ്ട് 4.5 ആംബിയർ ആണ് വന്നേക്കുന്നത്. അങ്ങനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി ബാറ്ററിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എത്ര 10 ഓം റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 50 വോൾട്ട് ഉണ്ട് അല്ലേ. ഇനി അവനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയല്ലേ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഉള്ള സർക്യൂട്ടിലെ കറണ്ടാണ് എത്ര 4.5 ആംബിയർ എന്ന് പറയുക അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്ര നോക്കുക. ഈ ആറും എന്ത് കോമ്പിനേഷനാണ് സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം. കറണ്ട് I ഈസ് ഈക്വൽ ടു V/ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടണം എന്ന് പറഞ്ഞേ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് V/I എന്ന് പറയണ്ടേ. യെസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് V/I എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഈ V എന്ന് പറയുന്നത് ഇവിടെ എത്ര നിൽക്കുന്നതെന്ന് വെച്ചാൽ 50 നിൽക്കുന്നത് അല്ലേ. I എന്ന് പറഞ്ഞാൽ എത്ര 4.5 എന്ന് വരും. 4.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ എത്ര വരും നോക്കി. 500 എന്ന് എഴുതുവാണെങ്കിൽ 500 ഡിവൈഡ് ബൈ 45 എന്ന് വരും അല്ലേ. 500 ഡിവൈഡ് ബൈ 45 എന്ന് വരും. മുകളിലും താഴെയും ഒരു 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 500 ഡിവൈഡ് ബൈ 45 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടിയ ഏകദേശം 11.1 സംതിങ് വരും കേട്ടോ. 11 സംതിങ് എന്ന് വരും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് 11.1 ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹിയർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ക്യാൻ ബി റിട്ടൺ ആസ് നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് പ്ലസ് ഈ എന്താണ് നമ്മുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസിക്കലു എഫക്റ്റീവ് റെസിസ്റ്റൻസ് -R എന്ന് വരും അല്ലേ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് 11.1 -R എന്ന് പറയുന്നത് എത്രയാ. R എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 10 ആണല്ലേ. സോ ആൻസർ 1.1 ഓം എന്ന് വരും. സോ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. നമുക്ക് 17ാമത്തെ ക്വസ്റ്റിലേക്ക് കയറാം. 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കിർച്ചോഫ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഫോർ ഇലക്ട്രിക് സർക്യൂട്ട്സ് ആർ കോൺസിക്വൻസ് ഓഫ്. അപ്പം കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ജംഗ്ഷൻ റൂളാണ്. ഒരു ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന ചാർജുകളും ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന ചാർജുകളും സെയിം ആയിരിക്കും. അത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണല്ലേ. അതായത് കറണ്ട് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാമെന്ന് പറയുന്ന ഐഡിയ ആണ്. കറണ്ട് I1 ഈസ് ഈക്വൽ ടു I2 + I3 എന്ന് പറയും. അത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത് നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിയാണ് കേട്ടോ. അങ്ങനെ കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെയും കൺസർവേഷൻ ഓഫ് എനർജിയുടെയും കൂടി ഒരു ആപ്ലിക്കേഷനാണ് ശരിക്കും കിർച്ചോഫ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ എന്ന് പറയുക. സോ 17ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഇനി 18ാമത്തെ ക്വസ്റ്റിലേക്ക് വരികയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി ഏതാണെന്ന് നോക്കാം. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ അല്ലേ. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ കറണ്ട് ഡെൻസിറ്റി J എന്നൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അവിടെ തന്നെ എഴുതുമ്പോൾ തന്നെ Jക്ക് വെക്ടർ സിമ്പിളൊക്കെ ഇട്ട് കൊടുത്തായിരിക്കും നിങ്ങൾ പഠിച്ചേക്കുന്നത്. കറണ്ട് ഡെൻസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇത് നമ്മൾ പ്രത്യേകം എഴുതി പഠിക്കുന്ന ഒരു കാര്യമാണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്യൂഡോ ആയിട്ടുള്ള ഒരു വെക്ടറാണ്. അതിന് ഡയറക്ഷൻ ഉണ്ട്, പക്ഷേ എന്ത് ഒബേ ചെയ്യില്ല, വെക്ടർ അഡീഷൻ റൂളുകളൊന്നും ഒബേ ചെയ്യില്ല അല്ലേ. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I എന്ന് പറഞ്ഞാൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. നമുക്ക് ആ രണ്ട് കറണ്ട് കൂടെ ചുമ്മാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വന്ന കറണ്ട് കിട്ടും, അല്ലാതെ വെക്ടർ അഡീഷൻ അവിടെ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ കറണ്ട് ഒരു സ്യൂഡോ വെക്ടർ എന്നാണ് പറയുക. വാട്ട്ലെസ് കറണ്ട് എന്ന് പറഞ്ഞാൽ അഗെയിൻ അത് കറണ്ട് തന്നെയാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ബൈ ടൈമാണ്. എനർജിയും സ്കെയിലറാണ്, ടൈമും സ്കെയിലറാണ്. അപ്പോൾ ആ ടൈം ഫുള്ള് സ്കെയിലറാണ്. അപ്പോൾ പിന്നെ അത് വെക്ടറായിട്ട് വരുന്ന ഏക ക്വാണ്ടിറ്റി കറണ്ട് ഡെൻസിറ്റിയാണ്. സോ 18th ക്വസ്റ്റ്യൻ ആൻസറും ഓപ്ഷൻ 1 ആണ്. 19th ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ഈസ് ഇൻക്രീസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി വുഡ് ഇൻക്രീസ്.
ഓർ ഡിക്രീസ്. അങ്ങനെ നമ്മൾ ആ ഓപ്ഷനാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. ഓക്കെ, കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്റ്റിവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുകയും, റെസിസ്റ്റിവിറ്റിയെ നമ്മൾ റോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണ് കേട്ടോ. റെസിസ്റ്റിവിറ്റിയെ ഞാൻ റോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. റെസിസ്റ്റിവിറ്റി റോ എന്നുള്ള ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഞാൻ അവൻ്റെ കണ്ടക്റ്റിവിറ്റിയെ ഞാൻ സിഗ്മ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടക്റ്റിവിറ്റിയെ സിഗ്മ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. കണ്ടക്റ്റിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ ആൻഡ് റെസിസ്റ്റിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ റോ. ഇനി ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? റോ എന്ന് പറഞ്ഞാൽ 1/സിഗ്മയാണ് അല്ലേ. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കലാണ്. ഓക്കെ, നമുക്ക് ഇവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചല്ലേ വേണ്ടത്. അപ്പോൾ റോ ഇൻറ്റു ഡെൻസിറ്റി, ഇവർ രണ്ടുപേരുടെയും കൂടെ പ്രോഡക്റ്റ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ റോ എന്ന് എഴുതുവാണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ല, കണ്ടക്ടിവിറ്റി. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി, സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാം? 1/റോ എന്ന് എഴുതിയാൽ തെറ്റില്ല കണ്ടക്ടിവിറ്റിയെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയിട്ട് എന്താ കിട്ടുക? 1 എന്ന് വരും അല്ലേ. അപ്പോൾ അതായത് റെസിസ്റ്റിവിറ്റിയുടെയും അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റിയുടെയും കൂടെ പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 1 കിട്ടുക. കണ്ടക്ടിവിറ്റിയുടെയും റെസിസ്റ്റിവിറ്റിയുടെയും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അവരുടെ പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ഓർത്താൽ മതി. നമ്മളൊരു മെറ്റലെടുത്ത് ആ മെറ്റലിന് എന്ത് ചെയ്തു? ടെമ്പറേച്ചർ ഓഫ് മെറ്റാലിക് കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ്. മെറ്റലിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും അല്ലേ. മെറ്റലിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും, അഥവാ റെസിസ്റ്റിവിറ്റി കൂടും. റെസിസ്റ്റിവിറ്റി കൂടുന്നതനുസരിച്ച് കണ്ടക്ടിവിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇത് ഡബിൾ ആയി കഴിഞ്ഞാൽ ഇത് 1/2 ആയിട്ട് കുറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി എന്തായിട്ട് തന്നെ നിൽക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് റെസിസ്റ്റിവിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും പ്രോഡക്റ്റിന് ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല. സോ 19th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 20. Resistance of 8 ohm, 10 ohm, 12 ohm are connected in parallel to a battery of voltage 12 volt. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് അതൊക്കെ ഉണ്ട്. 3 റെസിസ്റ്റൻസ് ഉണ്ട്, 8, 10, 12. 12 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. കറണ്ട് ഇൻ 10 ohm റെസിസ്റ്റർ. അതിനകത്ത് 10 ohm റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ 8 ohm റെസിസ്റ്റർ എന്ന് എഴുതുക. ഇത് ഞാൻ 10 ohm റെസിസ്റ്റർ ആയിട്ട് എടുക്കുവാണ്. ഇത് ഞാൻ 12 ohm റെസിസ്റ്റർ ആയിട്ട് എടുക്കുക. 12 ohm റെസിസ്റ്റർ ആയിട്ട് എടുക്കുക. ഇതിന് പാരലായിട്ട് ആരെ കണക്ട് ചെയ്തിട്ടുണ്ട്? സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. സെല്ലിൻ്റെ വോൾട്ടേജ് എത്ര? 12 വോൾട്ട് എന്നാണ് പറയുക. ശരിയല്ലേ. നമുക്ക് വേണ്ടത് ഈ 10 ohm റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ടാണ് വേണ്ടത്. ഇതിനകത്തൂടെയുള്ള കറണ്ടാണ് വേണ്ടത് കേട്ടോ. ഈ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് എന്താ വഴി എന്ന് പറഞ്ഞേ, ഈ റെസിസ്റ്ററിൻ്റെ എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 3 പേർക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇത് പാരലൽ കോമ്പിനേഷൻ ഒരു പ്രത്യേകതയാണ് അല്ലേ. 3 പേർക്കും എന്ത് സെയിം ആണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പം നമ്മൾ ധൈര്യമായിട്ട് പറയാം I ഈക്വൽ ടു കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഈ 10 ohmന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 12 ബൈ റെസിസ്റ്റൻസ് എത്ര? 10. അപ്പോൾ കറണ്ട് എത്ര വരും? 1.2 ആംപിയർ എന്ന് വരും. 1.2 ആംപിയർ ആണ് ഈ പറഞ്ഞ 10 ohmൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 വരും. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് വരാം. 21st ക്വസ്റ്റ്യൻ. 4 റെസിസ്റ്റൻസസ് ഓഫ് 100 ohm ഈച്ച് ആർ കണക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് സ്ക്വയർ. നമ്മുടെ കയ്യിൽ 4 റെസിസ്റ്റൻസ് ഉണ്ട്. 4 റെസിസ്റ്റൻസിൻ്റെയും റെസിസ്റ്റൻസ് എന്താ? സെയിം ആണ്, 100 ohm ആണ്. ഇവരെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാനാണ് പറയുക? സ്ക്വയർ ഷേപ്പിലേക്ക് കണക്ട് ചെയ്യാനാണ് പറയുക. എങ്ങനെയാണ്? സ്ക്വയർ ഷേപ്പിലേക്ക് കണക്ട് ചെയ്യുക. എല്ലാം എത്ര തന്നെ? 100 ohm. 100 ohm അല്ലേ. 100 ohm ആയിട്ടുള്ള 4 റെസിസ്റ്റൻസ് ഉണ്ട്. 4 പേരെയും എന്ത് ഷേപ്പിലേക്ക് കണക്ട് ചെയ്തു? സ്ക്വയർ ഷേപ്പിലേക്ക് കണക്ട് ചെയ്തു. ദെൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എലോങ് ദി ഡയഗണൽ പോയിൻറ്റ്സ്. അതായത് ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കുവാണ് എ, ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കുവാണ് ബി. ഈ 2 പോയിന്റും ഡയഗണൽ ആയിട്ടുള്ള പോയിന്റുകളല്ലേ. ഈ 2 പോയിന്റിനും ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ആ പോയിന്റ് എങ്ങനെ വരയ്ക്കാമെന്ന് പറയട്ടെ. ഈ പോയിന്റ് എ എന്ന് എഴുതുക. ഓക്കെ, ഈ എയിന്ന് എന്ത് വരുന്നുണ്ട്? എയിന്ന് ഈ റെസിസ്റ്ററും ഈ റെസിസ്റ്ററും വരും അല്ലേ. അപ്പോൾ എയിന്ന് ഞാനൊരു റെസിസ്റ്റർ വരച്ചു. എത്ര? 100 ohm വരും അല്ലേ. അതിനുശേഷം എന്തുണ്ട്? അടുത്ത റെസിസ്റ്റർ ഉണ്ട്. എത്ര തന്നെ? 100 ohm തന്നെ വരും. ഓക്കെ, എന്നിട്ട് ഇത് ആരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? ബിയുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരും ഇവിടെ വരച്ചു. ഓക്കെ, എയിന്നൊരു കണക്ഷൻ എടുത്തു, എന്നിട്ട് 2 റെസിസ്റ്റർ വരച്ചു, ബി കണക്ട് ചെയ്തു. ഇനി അടുത്തത് ബിന്നൊരു കണക്ഷൻ എടുത്തു. ബിന്നൊരു കണക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്തു? ഈ റെസിസ്റ്റർ ഉണ്ട്, പിന്നെ എന്ത് ചെയ്തു? അടുത്ത റെസിസ്റ്ററും ഉണ്ടല്ലേ. ഓക്കെ, എന്നിട്ട് എവിടെ തന്നെ വന്നു ഉണ്ടോ? എയിന്നൊരു കണക്ഷൻ പറഞ്ഞ് മാറിപ്പോയതാണ്. എയിന്നൊരു കണക്ഷൻ എടുത്തു, 100 ohmലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? അടുത്തതും 100 ohmലേക്ക് കണക്ട് ചെയ്തു. പിന്നെ അവസാനം ഫൈനലി അവിടെ പോയി പിയിൽ പോയി. ഈ 2 റെസിസ്റ്ററും എന്ത് കോമ്പിനേഷനാണ് നോക്കിക്കേ? സീരീസ് കോമ്പിനേഷൻ ആണല്ലേ. സീരീസ് ആകുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ പോയിന്റ് എ ഇവ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 200 എന്ന് വരും അല്ലേ. അപ്പോൾ അതിന് അക്രോസ് ആയിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 200 ohm എന്ന് വരും. 200 ohm ഈ പോയിന്റ് ബി. ഓക്കെ, ഇനി ഇത് താഴെയും എന്താ സംഭവിച്ചത് നോക്കിയേ. താഴെയും അങ്ങനെ തന്നെ ഇവർ രണ്ടുപേരും എന്ത് കോമ്പിനേഷനാണ്? സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ ആഡ് ചെയ്താൽ എന്ത് വരും? 200 ohm എന്ന് വരും. ഇനി പറയണേ, ഈ 200 ohmഉം ഈ 200 ohmഉം ഇപ്പോൾ എന്ത് കോമ്പിനേഷനാണ്?
പാരലൽ കോമ്പിനേഷൻ ആണ് അല്ലേ. ഈ രണ്ടുപേരും പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് കണ്ടുപിടിക്കാനായിട്ട് 1/, എടുക്കണമല്ലോ. സോ 1/r ഈസ് ഈക്വൽ ടു 1/200 പ്ലസ് 1/200 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/200 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/100 എന്ന് വരും അല്ലേ. സോ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 100 എന്ന് വരും അല്ലേ. ദാറ്റ് മീൻസ് ഇവർ രണ്ടുപേരുടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ കപ്പാസിറ്ററായിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്ക് എന്ത് റെസിസ്റ്റർ ഉള്ളതിന് തുല്യമാണ് ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ റെസിസ്റ്ററാക്കി മാറ്റുക. കപ്പാസിറ്റർ എന്ന് അറിയാതെ പറഞ്ഞ കേട്ടോ. സിംഗിൾ റെസിസ്റ്ററാക്കി മാറ്റുവാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 100 ഓം ഉണ്ടാവും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22 പോകാം. എ കറണ്ട് ഐ ഫ്ലോസ് ത്രൂ ആൻ ഇൻഫിനിറ്റ് ലോങ് സ്ട്രേറ്റ് തിൻ കണ്ടക്ടർ. അപ്പോൾ ഇൻഫിനിറ്റ് കണ്ടക്ടറാണ്, പക്ഷേ തിൻ കണ്ടക്ടറാണ് കേട്ടോ. ഇൻഫിനിറ്റ് ലെങ്ത് ഉണ്ട്, പക്ഷേ തിൻ കണ്ടക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് തിൻ കണ്ടക്ടറാണ് എന്ന് കരുതിക്കോ. കറണ്ട് ഐ ഫ്ലോസ് ത്രൂ ആൻ ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് തിൻ കണ്ടക്ടർ. സ്ട്രേറ്റ് ആണ്, തിൻ കണ്ടക്ടറാണ് അല്ലേ. അപ്പോൾ ഇവൻ്റെ ലെങ്ത് എന്തുണ്ട്? ഇൻഫിനിറ്റി ലെങ്ത് ഉണ്ട് കേട്ടോ. ഇവൻ്റെ ലെങ്ത് ഇൻഫിനിറ്റി പോകും. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദി കണ്ടക്ടർ. കണ്ടക്ടറിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് തരുമോ? കണ്ടക്ടറിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എന്നിട്ട് ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എഴുതിക്കോണം. മാഗ്നറ്റിക് ഫീൽഡ് എത്ര? 0. കണ്ടക്ടറിന് ഒരു തിക്നെസ് ഒക്കെ ഉണ്ടെങ്കിലാണ് അതിനകത്തൊരു പോയിന്റ് എടുത്ത് ആ പോയിന്റിലെ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കണ്ടക്ടറിന് തിക്നെസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ എന്തില്ല? അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല, പുറത്ത് മാത്രമേ എന്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. സോ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 1 വരും. ഇനി 23ാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം. The cyclotron frequency of an electron moving in a uniform magnetic field is 0.02 ടെസ്ല. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, സൈക്ലോട്രോണിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 2 × 10⁻² ടെസ്ലയാണ്. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പാർട്ടിക്കിൾസിനെ ആക്സിലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് അല്ലേ. ഓക്കെ, സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഓഫ് ആൻ ഇലക്ട്രോൺ മൂവിങ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം സൈക്ലോട്രോണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്സിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് അത് തന്നല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ക്വസ്റ്റിൻ അങ്ങ് ബ്ലൈൻഡ് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. കാരണം വേറെ പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. അപ്പോൾ ഒരു ഇലക്ട്രോണിനെയാണ് ആക്സിലേറ്റ് ചെയ്യുന്നത് തൽക്കാലത്തേക്ക് ഇമാജിൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റിൻ എപ്പോഴും ഇമാജിനേഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് അപ്ലൈ ചെയ്തേക്കുന്ന ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടെ മൂവ് ചെയ്യുമ്പം അതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ T = 2πm/bq. ഇതാണ് ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയാം. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? 1/T എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് bq/2πm. bq/2πm ഇതാണ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു ബി എത്രയാ? 2 × 10⁻². ക്യൂ എത്രയാ? ഇലക്ട്രോൺ എന്ന് പറഞ്ഞുകൊണ്ട് 1.6 × 10⁻19 ഡിവൈഡഡ് ബൈ 2π. 2π മീൻസ് 6.28. അല്ലെങ്കിൽ നമുക്ക് എന്താ 2 × 3.14 എന്ന് എഴുതിയാലും മതി. 2 × 3.14 ഇൻറ്റു എം എത്ര? ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോൺ ആകുമ്പോൾ 9.1 × 10⁻31 കിലോഗ്രാം എന്ന് വരും. നമുക്ക് ആരെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമായിരിക്കും അല്ലേ. അപ്പോൾ ഈ 2 കൂടെ ഞാൻ ക്യാൻസൽ കളഞ്ഞു. പിന്നെ നിങ്ങളത് സിംപ്ലിഫൈ ചെയ്യട്ടോ. ബാക്കി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 5.6 × 10⁸8 ഹെഡ്സ് എന്ന് വരും കേട്ടോ. 5.6 × 10⁸8 ഹെഡ്സ്. അതായത് ഓപ്ഷൻ വരിക ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി 24ാമത്തെ ക്വസ്റ്റിനേക്ക് വരിക. 24ാമത്തെ ക്വസ്റ്റിനേക്ക് വരികയാണെങ്കിൽ ഫോർ എ ലോങ് സോളിനോയിഡ് ക്യാരിങ് എ കറണ്ട് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് വൺ എൻഡ് ആൻഡ് എലോങ് ദി ആക്സിസ് ഓഫ് ദി സോളിനോയിഡ് ഈസ്. അതായത് സംഭവത്തിലുള്ളൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതേ ഫോർ എ ലോങ് സോളിനോയിഡ്. ഒരു ലോങ് സോളിനോയിഡ് ഉണ്ട്. ലോങ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ സോളിനോയിഡിൻ്റെ ലെങ്തും സോളിനോയിഡിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്താൽ സോളിനോയിഡിന് ഒത്തിരി ലെങ്ത് ഉണ്ടായാൽ മതി റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു ലോങ് സോളിനോയിഡ്, ഈ ലോങ് സോളിനോയിഡിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പം സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഈ സോളിനോയിഡിൻ്റെ അകത്ത് അഥവാ സെൻറ്ററിലൊക്കെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? μ0 × Ni. ഇതാണ് സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയാം. ഇനി അതേ സമയത്ത് എഡ്ജിലേക്ക് വരുമ്പോൾ ഫീൽഡ് ഇച്ചിരി കുറയും. എഡ്ജിലെ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് μ0 Ni/2 എന്നാണ് വരിക. μ0 Ni/2 എന്നാണ് പറയുക. ഓക്കെ, അഥവാ ബി അറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാലേ ബി അറ്റ് സെൻറ്റർ ഡിവൈഡ് ബൈ 2. സെൻറ്ററിലുള്ള ഫീൽഡിൻ്റെ പകുതിയുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആരുടെയൊക്കെ റേഷ്യോ എന്ന് ചോദിച്ചേ ഫോർ എ ലോങ് സോളിനോയിഡ് ക്യാരിങ് എ കറണ്ട് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് വൺ എൻഡ് എലോങ് ദി ആക്സിസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 1 എൻഡ് എന്നാണ് കേട്ടോ. 1 എൻഡ് എന്നാണ്. 1 എൻഡ്
along the axis of the solenoid is. One end along the axis of the solenoid is. ഓക്കെ, അപ്പോൾ ഇതെന്താ വരിക എന്ന് വെച്ചാൽ ബി അറ്റ് സെൻറ്റർ ഡിവൈഡ് ബൈ ബി അറ്റ് എൻഡ് അഥവാ എഡ്ജ് ദറ്റ് ഈസ് ഈക്വൽ ടു ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതെന്താ വരിക 2 വരും അല്ലേ. സെൻറ്ററിലുള്ളതിൻ്റെ പകുതിയേ ഉള്ളൂ എഡ്ജിൽ. അപ്പോൾ അവരുടെ റേഷ്യോ എടുത്താൽ അത്ര വരും 2 വരും. ഓക്കെ, അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ആൻ ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടെത്തുന്നുണ്ട്. ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടെത്തണം കേട്ടോ. ഇതിങ്ങനെ ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടെത്തുന്നുണ്ട്. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദി കണ്ടക്ടറിന് ചുറ്റും ഇങ്ങനെയാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്ത് തരിക. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമുക്ക് ഇവിടുന്ന് ഒരു r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് തരുവാണെങ്കിൽ ഇൻഫിനിറ്റ് കണ്ടക്ടറാണെങ്കിൽ ഫോർമുല μ0I/2πr എന്നല്ലേ വരിക. ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടെത്തലിൽ നിന്നും r പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചാൽ ഫോർമുല μ0I/2πr എന്ന് വരും അല്ലേ. μ0I/2πr. അപ്പം ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ആണല്ലേ. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. 26ാമത്തെ ക്വസ്റ്റിനേക്ക് വരാവേ. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ലോങ് വയർ ക്യാരിങ് കറണ്ട് ഈസ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ലോങ് വയർ ക്യാരിങ് കറണ്ട് ഈസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു ഇൻഫിനിറ്റ് വയർ, അതിനകത്തൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്, കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു പോയിന്റ് ചുമ്മാ ചൂസ് ചെയ്യണം. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആർന്ന് എഴുതുക. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടെത്തൽ കാരണം ഉണ്ടാകുന്ന ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എടുത്താൽ പോരെ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് പിടിക്കുക. അപ്പോൾ കേൾഡ് ഫിംഗേഴ്സിന് ചുറ്റും ഇങ്ങനെ കറങ്ങിയാണ് വരിക. അപ്പോൾ ഇതാണ് കണ്ടെത്തണമെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിയാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഫീൽഡ് പുറത്തേക്കാണ് വരിക. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു പോയിന്റ് എടുക്കുന്നതെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഫീൽഡ് പുറത്തേക്കാണ് വരിക. ഇവിടെയാണ് ഫീൽഡ് എടുക്കുന്നതെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അകത്തേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദി പ്ലെയിന്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ കണ്ടക്ടറും അതായത് ഈ പോയിന്റ് ഒക്കെ ഇരിക്കുന്ന പ്ലെയിൻ ഉണ്ടല്ലോ, ഇതാണല്ലോ നമ്മുടെ കണ്ടക്ടർ. ഈ ഡിസ്റ്റൻസ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫീൽഡ് അല്ലേ. ഇവിടെ നിന്ന് പറഞ്ഞാൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക് വന്നു, ഇവിടെ നിന്ന് പറഞ്ഞാൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അകത്തേക്ക് പോയി. സോ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് കണ്ടക്ടർ ആൻഡ് ദി പോയിന്റ്. ഈ കണ്ടക്ടറും പോയിന്റും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടുത്തെ ഫീൽഡ് വരിക. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഫീൽഡ് പുറത്തേക്കാണ് വരിക. കറങ്ങി ഇവിടെ എത്തി കഴിയുമ്പോൾ ഫീൽഡ് അകത്തേക്കാണ് പോവുക. അപ്പോൾ ഈ പോയിന്റും കണ്ടക്ടറും ഇരിക്കുന്ന പ്ലെയിനാണ് ബോർഡിന് പെർപെൻഡിക്കുലർ ആണ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് കണ്ടക്ടർ ആൻഡ് പോയിന്റ്. സോ 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 വരും. 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണേ. അൻ ഇലക്ട്രോൺ മാസ് 9 × 10⁻³ കിലോഗ്രാം, ചാർജ് 1.6 × 10⁻19 കൂളം, മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10⁻6 m/s. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്നിട്ടുണ്ട് 10⁻6 m/s. എൻറ്റേഴ്സ് എ റീജിയൻ വെയർ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ്. അപ്പോൾ അവനൊരു റീജിയനിലേക്ക് വന്ന് കയറുക. ആരാ? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ഒരു റീജിയനിലേക്ക് വന്ന് കയറുവാണ്. ആ ഇലക്ട്രോൺ വരുന്ന സമയത്ത് അവൻ്റെ വെലോസിറ്റി എത്രയുണ്ട്? 10⁻6 m/s ഉണ്ടെന്നാണ് പറയുക. ഇഫ് ഇറ്റ് ഡിസ്ക്രൈബ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് 0.1 മീറ്റർ. എന്നിട്ട് ആ ഇലക്ട്രോൺ മാഗ്നറ്റിക് ഫീൽഡിൽ കടന്ന് എങ്ങനെയാണ് കറങ്ങുന്നത്? സർക്കുലർ പാത്തിലാണ്. അവൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.1 മീറ്റർ അഥവാ 10⁻⁻1 മീറ്റർ. ദെൻ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മസ്റ്റ് ബി. അങ്ങനെയാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുമ്പം അവൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്. ഓർമ്മയുണ്ടോ? റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല R = mv/bq. ഇതാണ് നമ്മൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുമ്പം റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് R = mv/bq. അപ്പോൾ നമുക്ക് R അറിയാം, M അറിയാം, V അറിയാം, Q അറിയാം. ഓൺലി അൺനോൺ ഈസ് B. അപ്പോൾ നമുക്ക് B കണ്ടുപിടിക്കാമല്ലോ. B = mv/r × Q എന്ന് വരും അല്ലേ. mv/r × Q. മാസ് എത്രയാണെന്ന് നോക്കിക്കേ. മാസ് നമ്മളോട് 9 എന്ന് എടുക്കാനാണ് പറയാം. 9 × 10⁻31. V എന്ന് പറഞ്ഞാൽ 10⁻6 ഡിവൈഡ് ബൈ റേഡിയസ് 10⁻−1. ചാർജ് 1.6 × 10⁻−19 എന്ന് വരും. ഓക്കെ, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ കറക്റ്റ് ആൻസർ വരും ഓപ്ഷൻ 2 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. 9 / 1.6 എന്ന് പറഞ്ഞാലേ 9 / 1.6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5 something വരുമല്ലോ. 5 something വരും. 9/1.6 5 point വരും. അപ്പോൾ അത് നമ്മൾ 5.6 എന്ന് എടുക്കുക. 5.6 എന്ന് എടുക്കുക. പിന്നെ 10ന്റെ പവറൊക്കെ നോക്കുകയാണെങ്കിൽ താഴെ 10⁻20 വരും. താഴെ 10⁻20 വരും. മുകളിൽ വരുമ്പോൾ +20 ആയി. അവിടെയുള്ള 6 കൂടെ ആയി +26 ആയി. പിന്നെ ഒരു 10⁻5 എന്നാണ് വരിക. ഓക്കെ, ഇത്രയും ടെസ്ല. 5.6 × 10⁻5 ടെസ്ല എന്ന് വരും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. 3 long straight and parallel wires C,
D and G carrying current are arranged as shown in the figure. The force experienced by a 25 cm length of wire C. ഈ നടുക്കിരിക്കുന്ന വയറാണ് സി. ഇതിനകത്തൂടെയുള്ള കറണ്ട് താഴത്തേക്കാണ് 10 ആംപിയറാണ് കറണ്ട്. ഇവിടെ ഇരിക്കുന്ന കണ്ടക്ടർ ജി, അവിടെ കറണ്ട് 20 ആംപിയർ മുകളിലോട്ട്, ഇവിടെ കറണ്ട് 30 ആംപിയർ മുകളിലോട്ട്. അപ്പം നമുക്ക് ഈ സി എന്ന് പറയുന്നത് ഇത് എല്ലാവരുടെയും ലെങ്ത് നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് കരുതാം. എല്ലാ കണ്ടക്ടറിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റിയാണ്. പക്ഷേ ഈ സിയുടെ മാത്രം 25 സെൻറ്റിമീറ്റർ ലെങ്ത് എടുക്കുവാണെങ്കിൽ, സിയുടെ കുറച്ച് ലെങ്ത് എടുക്കുക, സിയുടെ 25 സെൻറ്റിമീറ്റർ ലെങ്ത് എടുക്കുവാണെങ്കിൽ അവിടെ ഈ രണ്ട് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിതേ ചാപ്റ്ററിൽ ഡയറക്റ്റായിട്ട് പഠിക്കുന്ന ഒരു ഐഡിയ അല്ലേ. രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അടുത്തടുത്ത് വെക്കുവാണെങ്കിൽ, ഇപ്പം നമുക്കൊരു ഉദാഹരണത്തിന് ഇപ്പം ഇങ്ങനെ ഒരു രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് വെക്കുക. ഓക്കെ, ഈ രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ്, ഇപ്പോൾ ഇതിനകത്തെ കറണ്ട് I1, ഇതിനകത്തെ കറണ്ട് I2, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ R. ഓക്കെ, അല്ല ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ D എന്ന് എഴുതിക്കോ, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ D. ഇപ്പോൾ ഇവരിങ്ങനെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കണ്ടക്ടറിൽ നിന്ന് ഞാനൊരു ചെറിയ പോർഷൻ എടുക്കുക, L ലെങ്ത് എടുക്കുക. ഈ L ലെങ്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ആൾ കാരണം രണ്ടാമത്തെ ആളുടെ L ലെങ്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ചോദിച്ചാൽ ഫോർമുല F ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു I1 I2 സോറി μ0 ഡിവൈഡ് ബൈ 4π അല്ലേ, μ0 ഇൻറ്റു I1 I2 ഇൻറ്റു L നമ്മുടെ ലെങ്ത് ഡിവൈഡ് ബൈ 2π ഇൻറ്റു D. ഇതാണ് എക്സ്പ്രഷൻ വരിക. ഫോഴ്സ് ഓൺ സെക്കൻഡ് കണ്ടക്ടർ ഡ്യൂ ടു ഫസ്റ്റ് കണ്ടക്ടർ ഓഫ് ലെങ്ത് L. ഓക്കെ, സെക്കൻഡ് കണ്ടക്ടറിൻ്റെ L എന്ന് പറയുന്ന ലെങ്തിൽ ഫസ്റ്റ് കണ്ടക്ടർ കാരണമുള്ള ഫോഴ്സിൻ്റെ ഫോർമുലയാണ് μ0 I1 I2 ഇൻറ്റു L ഡിവൈഡ് ബൈ 2π ഇൻറ്റു D. ഇനി ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഒരേ ഡയറക്ഷനുള്ള കറണ്ട് ആണെങ്കിൽ അവർ പരസ്പരം അട്രാക്ട് ചെയ്യും. എന്താണ് സെയിം കറണ്ട് അട്രാക്ട് ബട്ട് ഓപ്പോസിറ്റ് കറണ്ട്സ് റിപ്പൽ ഈച്ച് അതർ എന്നാണ് പറയുക. ഒരേപോലത്തെ കറണ്ടുകൾ അട്രാക്ട് ചെയ്യുകയും ഓപ്പോസിറ്റ് കറണ്ട് റിപ്പൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ സി എന്ന് പറയുന്ന കണ്ടക്ടറിനെ ഡി എന്ന് പറയുന്ന കണ്ടക്ടർ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. എന്തുകൊണ്ടാണ്? അവിടുത്തെ കറണ്ടുകൾ ഓപ്പോസിറ്റാണ്. അപ്പോൾ സിയിൽ ഡി കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ഞാനതിനെ FD എന്ന് എഴുതുവാണ്, ഇങ്ങോട്ട് വരും, റിപ്പൽ ചെയ്ത് വിടും. അതുപോലെ ജിയും സിയോടെ നോക്കിക്കഴിഞ്ഞാലേ ജിയിലെ കറണ്ടും സിയിലെ കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? ഈ ജിയെ നമ്മുടെ SEയെ റിപ്പൽ ചെയ്യും. അപ്പോൾ അതിനെ FG എന്ന് എഴുതുക. ഈ രണ്ട് ഫോഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് കുറയ്ക്കുക. അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യാനുള്ളൂ. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു ആരാ? ഡി കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പം അതിന് നമ്മൾ വിളിച്ച പേര് FD എന്നല്ല, ഞാൻ FD ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു I1 I2 ഇൻറ്റു L ഡിവൈഡ് ബൈ 2π ഇൻറ്റു D അല്ലേ നമ്മുടെ എക്സ്പ്രഷൻ. μ0യുടെ വാല്യൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, 4π ഇൻറ്റു 10⁻⁻⁷. ഇതാണല്ലോ μ0. I1 ഇവിടെ 30 ആംപിയർ ആണ് ഒന്നാമത്തെ ആളുടെ കറണ്ട്, രണ്ടാമത്തെ ആളുടെ കറണ്ട് 10 ആംപിയർ വരും. ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്റർ, അപ്പോൾ 25 ഇൻറ്റു 10⁻⁻2 മീറ്ററായി. ഡിവൈഡ് ബൈ 2π ഇൻറ്റു 10⁻2π ഇൻറ്റു D എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള അകല 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3 ഇൻറ്റു 10⁻2 എന്ന് വരും. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാൻസൽ ചെയ്ത് പറഞ്ഞോ. 10⁻2 പോയി, 2π പോയി, ഇവിടെ 2 വരും. പിന്നെ ഇവിടുന്ന് 3 പോയി, ഇവിടെ എത്ര വരും? 10 വരും. ഓക്കെ, പിന്നെ റിമൈനിങ് ആയിട്ടുള്ളത് ഈ 2ഉം ഈ 25 കൂടെ വരില്ലേ. അപ്പോൾ എത്ര വരിക നോക്കിയേ? 15 വരും അല്ലേ. 2 ഇൻറ്റു 25 15 വരും. ഇനി 10ൻ്റെ പവർ മാത്രം നോക്കിയാൽ മതി. 10ൻ്റെ പവർ മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ 10⁻⁻7 ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു 10 ഉണ്ടല്ലേ. ഓക്കെ, ഇതിവിടെ 50 ഉണ്ട്. അപ്പോൾ എത്ര വരിക നോക്കിക്കേ, ശരിയാണോ നോക്കുകയാണേ. ഓക്കെ, ഇവിടെ 10⁻⁻7 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. പിന്നെ 2 ഇൻറ്റു 50യുടെ ഒരു 10 കൂടെ ഉണ്ട്. അപ്പോൾ അത് 10⁻⁻6 ആയി, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 5 ഇൻറ്റു 10⁻10ൻ്റെ പവർ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഇവിടെ ഒരു 10 കൂടെ മിസ്സിങ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പോൾ അത് 100 ആയി അല്ലേ. പിന്നെ അപ്പോൾ എത്ര വരും? 10⁻, അങ്ങോട്ട് എഴുതിയപ്പം 50 ഇൻറ്റു 2 ഇൻറ്റു 25 50 ഇൻറ്റു 10⁻⁻5 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു 5 ഇൻറ്റു 10⁻⁻4 ന്യൂട്ടൺ എന്ന് വരും. ഇത് ആര് കാരണം ഉണ്ടായ ഫോഴ്സാണ്? ഡി കാരണം സിയിലുണ്ടായ ഫോഴ്സാണ്. അത് FD എങ്ങോട്ടാണ്? റൈറ്റിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? റൈറ്റിലേക്കാണ്. കാരണം അത് ഓപ്പോസിറ്റ് കറണ്ടുകളായതുകൊണ്ട് റിപ്പിൾ ചെയ്ത് കളയുക ചെയ്യുന്നത്. ഇനി അതേപോലെ ജി കാരണം സിയിലുണ്ടാകുന്ന ഫോഴ്സ് എഴുതാം. അതിനെ ഞാൻ FG എന്ന് എഴുതുവാണ്. ഫോർമുല നേരത്തെ തന്നെ μ0 ഇൻറ്റു I1 I2 ഇൻറ്റു L ഡിവൈഡ് ബൈ 2πr. അപ്പോൾ μ0 എന്ന് പറഞ്ഞാൽ 4π ഇൻറ്റു 10⁻⁻7 വരും. I1 എന്ന് പറഞ്ഞാൽ 20, I2 എന്ന് പറഞ്ഞാൽ 10, പിന്നെ അവൻ്റെ ലെങ്ത് 25 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 25 ഇൻറ്റു 10⁻2 ഡിവൈഡ് ബൈ 2π ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 10 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 10⁻2 എന്ന് വരും. അപ്പോൾ ഈ 10⁻2 ഈ 10⁻2 ക്യാൻസലായി, 2π ക്യാൻസലായി. പിന്നെ ആരെങ്കിലും ക്യാൻസൽ ചെയ്യാൻ നോക്കിക്കേ. പിന്നെ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ 10ഉം ഈ 10ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ.
ആ 10 കൂടെ ക്യാൻസൽ കളയാം. പിന്നെ റിമൈനിങ് ആയിട്ടുള്ളത് ഈ 2 × 25. 2 × 25 എത്ര വരിക? 2 × 25 50 വരും. 50 × 2 എത്ര വരും? 100 വരും അല്ലേ? 100 എന്ന് വരും. ഓക്കെ, 100 ഇൻറ്റു പിന്നെ ഇവിടെ ഒരു 10 ഉണ്ട് കേട്ടോ. ഓക്കെ, എത്ര നമ്മൾ 25 × 2 50ആയി. 50 × 2 എത്രയായി? 100ആയി. പിന്നെ ഇവിടെ ഒരു 10 മിച്ചമുണ്ട്. അപ്പോൾ 10 എത്ര വരും? -6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 -4 എന്ന് വരും അല്ലേ? 1 × 10 -4 എന്ന് വരും. ഇത്രയും ന്യൂട്ടൺ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യാൻ നോക്കിയാൽ ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുക. അവൻ റിപ്പൽ ചെയ്യുന്ന ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ വലിയ ഫോഴ്സ് നോക്കിയാൽ? ആദ്യം കണ്ട ഫോഴ്സല്ലേ വലുത്? 5 × 10 -4. അപ്പോൾ 5 × 10 -4ൽ നിന്ന് ചെറിയ ഫോഴ്സായ 1 × 10 -4 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 4 × 10 -4 ന്യൂട്ടൺ എന്ന് വരും. 4 × 10 -4 ന്യൂട്ടൺ. അതായത് കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ 4 ആണ് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29. ദ സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്. ഓക്കെ, സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഞാൻ കുറച്ച് മുമ്പേ ഫോർമുല എഴുതി കാണിച്ചായിരുന്നു. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു BQ/2πm. BQ/2πm എന്നാണ് വരിക അല്ലേ? ഇതിനകത്ത് ആരാ ഇല്ലാത്ത നോക്കിയേ? സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ഇല്ല. അപ്പോൾ അത് കറക്റ്റാണ്. സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ഇല്ല. റേഡിയസ് ഓഫ് ദി ട്രജക്ടറി അതും ഇല്ല. റേഡിയസും ഇല്ല അല്ലേ? മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ബോത്ത് A ആൻഡ് B ആണ്. ഇനി നമുക്ക് 30ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ കറണ്ട് ക്യാരിങ് സർക്കുലർ കോയിൽ ടു ഇറ്റ്സ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് X. അപ്പോൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന സർക്കുലർ കോയിൽ ഉണ്ടെന്ന് എഴുതുക. ഇത് നമ്മുടെ കറണ്ട് ക്യാരിങ് സർക്കുലർ കോയിലാണെന്ന് എഴുതുക. കറണ്ട് ക്യാരിങ് സർക്കുലർ കോയിൽ, അതിൻ്റെ റേഡിയസ് 6 ആണെന്ന് എഴുതുക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫോർമുല ഓർത്തിരിക്കണേ. μ0 × I/2R. ഇതാണ് ഫോർമുല. ഓക്കെ, ഇനി ഇത് കാരണം ഉണ്ടാകുന്ന ഡൈപോൾ മൊമെൻറ്റ്, കറണ്ട് ക്യാരി ചെയ്യുന്ന സർക്കുലർ കോയിൽ ഡൈപോൾ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് ക്യാപിറ്റൽ M വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? ഡൈപോൾ മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ M ഈസ് ഈക്വൽ ടു I × ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ πr² എന്ന് വരും. ഓക്കെ, I × ഏരിയ πr² എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ റേഷ്യോ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഡിവൈഡഡ് ബൈ ഡൈപോൾ മൊമെൻറ്റ്, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു μ0 × I/2R ഡിവൈഡ് ബൈ I × π × r² എന്ന് വരും. നമുക്ക് ഏതായാലും I ക്യാൻസൽ ആയിപ്പോയി അല്ലേ? പിന്നെ ഉള്ളത് μ0 കോൺസ്റ്റൻ്റ് ആണ്, 2π കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ എന്ത് വരും? ഈ ഒരു B at സെൻറ്റർ ഡിവൈഡ് ബൈ ഡൈപോൾ മൊമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r³ എന്ന് എഴുതുന്നതിനകത്ത് തെറ്റില്ലല്ലോ. ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ആ ഒരു റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് X എന്ന് പറയുക. ഓക്കെ, ആ റേഷ്യോ എന്താണ്? X ആണ്. അപ്പോൾ X ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എത്ര? r³. ഇതാണ് അവസ്ഥ. ഈ റേഷ്യോ ആണ് X എന്ന് വിളിക്കുക. അപ്പോൾ X ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ എന്നാണ് പറയാം. ഇനി ഇഫ് ദിസ് എന്താണ് കറണ്ട് ആൻഡ് റേഡിയസ് ബോത്ത് ആർ ഡബിൾഡ്. കറണ്ട് ഡബിൾ ചെയ്താൽ എന്തിന് മാറ്റം വരില്ല? എക്സിന് മാറ്റം വരില്ല. കാരണം X എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കറണ്ട് ഡബിൾ ചെയ്തെന്ന് നോക്കണ്ട. പകരം ആര് ഡബിൾ ചെയ്തു? റേഡിയസ് ഡബിൾ ചെയ്തു. റേഡിയസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ X എന്ന് പറഞ്ഞാൽ നമുക്ക് X' എന്ന് എഴുതാം അല്ലേ? X' ഡിവൈഡ് ബൈ X എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? X' ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R'³ ഡിവൈഡ് ബൈ X ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R³. ശരിയല്ലേ? അപ്പോൾ X' ഈസ് ഈക്വൽ ടു എന്താ വരിക? X × R ഡിവൈഡ് ബൈ R'³ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു X × R. ആദ്യത്തെ റേഡിയസ് 6, പുതിയ റേഡിയസ് എത്ര? 2R (3) എന്ന് വരില്ലേ? രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി അല്ലേ? അപ്പം X ഡിവൈഡ് ബൈ 2³ 8 എന്ന് വരും അല്ലേ? ഓക്കെ, അപ്പോൾ പുതിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ X/8 എന്ന് വരും. അതിവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R³. അപ്പോൾ റേഡിയസ് ഇരട്ടി ആയിട്ടുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി 1/8 ആയിട്ടുണ്ടാവും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ X/8 ആയിട്ടുണ്ടാവും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31ലേക്ക് വരുവാണല്ലേ. എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾസോ അപ്ലൈഡ് അലോങ് ദി സെയിം ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആരുള്ളത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ആരുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ മേക്സ് ആൻ ആംഗിൾ. എന്ത് ആംഗിളാണ്? അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ കുറവുള്ള ആംഗിൾ അല്ലേ? വിത്ത് ദി മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു ആംഗിളൊക്കെ മേക്ക് ചെയ്താണ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ എന്ന് പറയാം. ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്, ഇപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇരിക്കും. അപ്പോൾ ഇതുമായിട്ട് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഒരു അക്യൂട്ട് ആംഗിളൊക്കെ മേക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അല്ലാതെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പാത്തിൽ മൂവ് ചെയ്യുന്ന പറയുക? ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യും എന്നാണ് നമ്മൾ പഠിക്കുക അല്ലേ? ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യും.
ഈ ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഓർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഒരു തവണ കറങ്ങി വരുമ്പം ഈ മുന്നോട്ട് ട്രാവൽ ചെയ്യുന്ന ഈ ദൂരത്തെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുക അല്ലേ. ഈ പിച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞേ. പിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി കോസ് തീറ്റയാണ് ആ ഡയറക്ഷനുള്ള വെലോസിറ്റി ഇൻറ്റു ഒരു തവണ കറങ്ങി വരാൻ വേണ്ട സമയം, അതായത് 2πm/bq. ഓക്കെ, അതായത് ശരിക്കും പിച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വി കോസ് തീറ്റ ഇൻറ്റു 2πm/bq. ഇതാണ് പിച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന ഫോർമുല. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ്? മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഈ ഡയറക്ഷനാണെന്ന് പറഞ്ഞു. അതേ ഡയറക്ഷൻ തന്നെയാണ് ആരും ഉള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. കാരണം ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പാരലാന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡ് ഒരു വർക്ക് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ എന്ത് മാറിക്കൊണ്ടിരിക്കും? സ്പീഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ സ്പീഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഈ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ബാക്കി BQ കോസ് തീറ്റയോ 2πm/bq ഇതൊന്നും മാറില്ല. ഇവരൊക്കെ എന്താ? ഇവൻ കോൺസ്റ്റൻ്റാ പക്ഷേ വി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും പാർട്ടിക്കിൾ ഹെലിക്കൽ പാത്തിലാണ് മൂവ് ചെയ്യുക, പക്ഷേ ഹെലിക്കൽ പാത്തിൻ്റെ പിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കിയേ. ഇറ്റ്സ് എ ഹെലിക്സ് വിത്ത് നോൺ യൂണിഫോം പിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 32. എ കോമ്പസ് നീഡിൽ ഈസ് പ്ലേസ്ഡ് അറ്റ് ദി മാഗ്നറ്റിക് പോൾ. മാഗ്നറ്റിക് പോളിൽ കൊണ്ട് ഈ കോമ്പസ് നീഡിൽ വെക്കുക എന്നാ പറയാം. മാഗ്നറ്റിക് പോളിൻ്റെ പ്രത്യേകത എന്താ? എർത്തിൻ്റെ ഒക്കെ മാഗ്നറ്റിക് പോൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കമ്പോണൻ്റ് ഇല്ല? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. മാഗ്നറ്റിക് പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓർക്കുക, മാഗ്നറ്റിക് പോളിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, മാഗ്നറ്റിക് പോൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, അവിടെ എർത്തിൻ്റെ മാഗ്നറ്റിക് പോൾ എന്ന് പറഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയി കോമ്പസ് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ കോമ്പസ് നീഡിലിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോമ്പസ് നീഡിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഫീൽഡിനനുസരിച്ചാണ് മൂവ് ചെയ്യുക. കോമ്പസ് നീഡിൽ ഇൻട്രാക്ട് വിത്ത് ഹൊറിസോണ്ടൽ ഫീൽഡ്. പക്ഷേ നമ്മുടെ മാഗ്നറ്റിക് പോളിൽ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? ഹൊറിസോണ്ടൽ ഫീൽഡ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൊറിസോണ്ടൽ ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് കോമ്പസ് നീഡിലിനെ ഏത് ഡയറക്ഷനിൽ വെച്ചാലും അവൻ ആ ഡയറക്ഷനിൽ തന്നെ ഇരിക്കും. ഹൊറിസോണ്ടലായിട്ടൊരു ഫീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്ത് വന്നേനെ. അപ്പം മാഗ്നറ്റിക് പോളിൽ ഹൊറിസോണ്ടലായിട്ട് ഫീൽഡൊന്നുമില്ല, അതുകൊണ്ട് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും അവൻ ഓറിയൻറ്റ് ചെയ്ത് ഇരിക്കും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ മേ സ്റ്റേ ഇൻ എനി ഡയറക്ഷൻ. 33rd ക്വസ്റ്റിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഓർബിറ്റിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് ആർ വിത്ത് എ സ്പീഡ് v ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മുടെ ഇങ്ങനൊരു സിറ്റുവേഷൻ തരുവാണ്. ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോണിൻ്റെ ചാർജ് E, അവൻ v വെലോസിറ്റിയിൽ ആ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തി കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി v, ആ ഇലക്ട്രോൺ ആ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തി കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കറങ്ങിക്കൊണ്ടിരിക്കുക. ഇലക്ട്രോൺ ഇങ്ങനെ സർക്കുലർ പാത്തി കറങ്ങുക എന്ന് പറഞ്ഞാൽ അത് എന്തായി മാറി? കറണ്ട് ലൂപ്പായി മാറി അല്ലേ. ചാർജഡ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കറണ്ട് ലൂപ്പാണ്. അപ്പോൾ ഇതൊരു കറണ്ട് ലൂപ്പാണ് അല്ലേ. എല്ലാ കറണ്ട് ലൂപ്പും ഡൈപ്പോളാണ്. അങ്ങനെയാണ് ഇവൻ്റെ ഡൈപ്പോൾ മൊമെൻറ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ആ ഡൈപ്പോൾ മൊമെൻറ്റിനെ M എന്ന് വിളിക്കുകയാണ്. കുറച്ച് മുമ്പ് ഞാൻ ഫോർമുല പറഞ്ഞായിരുന്നു I ഇൻറ്റു എ ഇതാണ് എക്സ്പ്രഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഈ I എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ചാർജ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ചാർജ് ബൈ ടൈം പീരീഡ്, ഓരോ ക്യാപിറ്റൽ T സമയം കഴിയുമ്പോഴും E എന്ന് പറയുന്ന ചാർജ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓരോ ക്യാപിറ്റൽ T സമയം കഴിയുമ്പോഴും E എന്ന് പറയുന്ന ചാർജ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ E/T എന്നെടുത്താൽ എന്താ? കറണ്ട് തന്നെയല്ലേ. കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് E/T എന്നെടുക്കാം. ഏരിയ എങ്ങനെ എഴുതാം? πr² എന്ന് എഴുതാം. ശരിയല്ലേ. ദാറ്റ് ഈസ് E ബൈ ടൈം പീരീഡ്. ഒരു തവണ കറങ്ങാൻ വേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇപ്പോൾ ഒരു തവണ കറങ്ങാന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്ര? 2πr വരും അല്ലേ. ബൈ സ്പീഡ് v എന്ന് വരും, അത് മോളി വരും. പിന്നെ π ഇൻറ്റു r² എന്ന് വരും. ആര് ക്യാൻസൽ? പൈ ക്യാൻസൽ, ഓരോ r ക്യാൻസൽ അല്ലേ. ഇപ്പോൾ ഡൈപ്പോൾ മൊമെൻറ്റ് എന്താ വരിക? EVR/2 എന്ന് വരും. ഡൈപ്പോൾ മൊമെൻറ്റ് EVR/2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 വരും അല്ലേ. 34ാമത്തെ ക്വസ്റ്റിലേക്ക് പോകണേ. 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എബോവ് ക്യൂരി ടെമ്പറേച്ചർ. ഓക്കെ, അത് നമ്മൾ ഡയറക്റ്റ് ബൈഹാർട്ടായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ക്യൂരി ടെമ്പറേച്ചറിൻ്റെ മുകളിൽ ഒരു ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്തായി മാറും? പാരാമാഗ്നറ്റായി മാറും. എബോവ് ക്യൂരി ടെമ്പറേച്ചർ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ് എ പാരാമാഗ്നറ്റ്. സോ കറക്റ്റ് ആൻസർ 34th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. 35ാമത്തെ ക്വസ്റ്റിലേക്ക് വരുവാണല്ലേ. എ കറണ്ട് ഓഫ് 3 ആംപിയർ ഈസ് ഫ്ലോയിങ് ഇൻ എ പ്ലെയിൻ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സർക്കുലർ കോയിലുണ്ട്. സർക്കുലർ കോയിലിൻ്റെ കറണ്ട് എത്രയാണ് തന്നേക്കുന്നത്? കറണ്ട് 3 ആംപിയർ ആണ് തന്നേക്കുന്നത്. സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് എത്രയാണ് തന്നേക്കുന്നത്? 4 × 10⁻² മീറ്റർ. ഇതാണ് റേഡിയസ് തന്നേക്കുന്നത്. സർക്കുലർ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് തന്നേക്കുന്നത്? നോക്കിയേ, 20 ആണ് നമ്പർ ഓഫ് ടേൺസ്. കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ 0.5 ടെസ്ല.
അപ്പോൾ ഈ കോയിലിനെ കറണ്ട് ക്യാരി ചെയ്യുന്ന ഈ കോയിലിനെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂമാണ് 0.5 ടെസ്ല. ദെൻ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദി കോയിൽ ഈസ്, നമുക്ക് പക്ഷേ കണ്ടുപിടിക്കേണ്ടത് കോയിലിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്. ഈ കോയിലിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയല്ലേ തൊട്ടുമുമ്പത്തെ കേസിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദി കോയിൽ എം ഈസ് ഈക്വൽ ടു I × A എടുത്താൽ മതി. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസിലൊക്കെ നമ്പർ ഓഫ് ടേൺസ് ഒന്നായിരുന്നു. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് 20 ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ എന്തൊരു 20 × കറണ്ട് എത്രയാണ്? കറണ്ട് 3. ഏരിയ എന്ന് പറയുമ്പോൾ πr² എടുത്താൽ പറയാം. സർക്കുലർ കോയിലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ πr² എടുക്കാം അല്ലേ. ഓക്കെ, ആറിൻ്റെ സ്ഥാനത്ത് എത്ര ഇടുന്നു? ഇത് 20 × 3. അപ്പോൾ അത് 60 വരും. 60 × π 3.14. ഓക്കെ, ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ എത്ര? 16 × 10⁻⁻4 എന്ന് വരും. ഓക്കെ, ഇത് സിംപ്ലിഫൈ നോക്കുക കേട്ടോ. 0.3 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് വരും. 0.3 ആംപിയർ മീറ്റർ സ്ക്വയർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 വരും. നമുക്ക് 36ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 36ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അറ്റ് എ സർട്ടൺ പ്ലേസ് എ മാഗ്നറ്റ് മേക്സ് 30 ഓസിലേഷൻ പെർ മിനിറ്റ്. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളൊരു മാഗ്നറ്റിനെ വെച്ച് ഓസിലേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു മാഗ്നറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഓസിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാലേ അതിൻ്റെ ഫോർമുല എപ്പോഴും ഓർത്തിരിക്കണേ. ഒരു മാഗ്നറ്റ് എക്സ്റ്റേണൽ ഫീൽഡിൽ ഓസിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല 2π × എന്തിൻ്റെ ഫോർമുലയാണ്? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി മാഗ്നറ്റ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. ടൈം പീരീഡിൻ്റെ ഫോർമുലയാണ് 2π × I/m × B എന്ന് പറയാം. ഇവിടെ I എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോമ്പസ് അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് I. M എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ് കേട്ടോ. ഇത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, M ഡൈപോൾ മൊമെൻറ്റ്, B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ I മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, M ഡൈപോൾ മൊമെൻറ്റ്, B നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഫീൽഡ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഓസിലേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ 30 ഓസിലേഷന് എത്ര സമയം വേണ്ടി വന്നു? 1 മിനിറ്റ് വേണ്ടി വന്നു എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ 30 ഓസിലേഷൻ, 30 × സമയം ടൈം പീരീഡ്, 30 × ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് എന്നാണ് വരിക അല്ലേ. അപ്പോൾ ഒരു ഓസിലേഷന് വേണ്ടി എത്ര സമയം എടുത്തു? 2 സെക്കൻഡ് എടുത്തു അല്ലേ. ഒരു ഓസിലേഷന് വേണ്ടി 2 സെക്കൻഡ് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇതേ മാഗ്നറ്റ് തന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അറ്റ് അനദർ പ്ലേസ് വെയർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡബിൾ ഇറ്റ്സ് ടൈം പീരീഡ്. അതായത് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. അവിടെ മാഗ്നറ്റ് സെയിം ആയതുകൊണ്ട്, നമ്മൾ ആദ്യം വെച്ച മാഗ്നറ്റ് തന്നെ ആയതുകൊണ്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും മാറുന്നില്ല, ഡൈപോൾ മൊമെൻറ്റും മാറുന്നില്ല. മാറിയത് എന്ത് മാത്രമാണ്? മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് മാറിയത്. അപ്പോൾ പുതിയ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും പുതിയ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ T2 എന്ന് എഴുതുവാണേ. ദാറ്റ് ഈസ് 2π × എന്താ വരിക? I/m × അവിടെ എത്തിയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായി? ഡബിളായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ 2π × ഈ ഒരു 1/√2 ഒഴിച്ച് ബാക്കിയെല്ലാം T ആണ് അല്ലേ. നമുക്കിത് എങ്ങനെ എഴുതാം? T/√2 എന്ന് എഴുതാം. ഒരു 1/√2 വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ T എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 2 അല്ലേ. 2/√2. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? √2 സെക്കൻഡ് എന്ന് വരും അല്ലേ. അപ്പോൾ പുതിയ ടൈം പീരീഡ് എത്രയായി മാറി? √2 സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റൻ അല്ലേ. 37ാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം. ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഈ പാരാമാഗ്നറ്റ്, ഫെറോമാഗ്നറ്റ്, ഡയാമാഗ്നറ്റ് ഇതൊക്കെ നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റനാണ്. ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി സ്മോളും ആയിരിക്കും, പക്ഷേ പോസിറ്റീവും ആയിരിക്കും. സ്മോൾ ആൻഡ് പോസിറ്റീവ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 38ാമത്തെ ക്വസ്റ്റിനേക്ക് വരാം. 2 ഐഡൻറ്റിക്കൽ കൊയാക്സിയൽ സർക്കുലർ ലൂപ്സ് ക്യാരി കറണ്ട് I ഈച്ച്. ഓക്കെ, നമ്മുടെ ഒരേ ആക്സിസിൽ വരത്തക്ക രീതിയിൽ. ഓക്കെ, അപ്പം ഞാനിതിങ്ങനെ ഒരു സർക്കുലർ ലൂപ്പ് എടുക്കുവാണ്. ഇത് വേറൊരു സർക്കുലർ ലൂപ്പ് എടുക്കണം കേട്ടോ. ഈ 2 സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിസ് സെയിം ആക്സിസിൽ വരത്തക്ക രീതിയിൽ. അപ്പം ഐഡൻറ്റിക്കലാണ്, കൊയാക്സിലാണ്, ഒരേ ആക്സിസിൽ വരുന്നതാണ്. സർക്കുലർ ലൂപ്പ് ക്യാരി കറണ്ട് I ഈച്ച് സർക്കുലേറ്റിംഗ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ കറണ്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേര്, ഒരേ ഡയറക്ഷനിൽ കറണ്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കോയിലുകൾ എടുത്തു. ഈ കോയിലുകളെ നമ്മൾ പരസ്പരം അടുത്തേക്ക് കൊണ്ടുവരിക എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള കറണ്ടിന് എന്നാ സംഭവിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവർ 2 പേരുടെ അടുത്തേക്ക് വരുമ്പം എന്താ ആക്ച്വലി സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇവൻ ആരെ പോലെ ബിഹേവ് ചെയ്യും? ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. ഇവനും ആരെ പോലെ ബിഹേവ് ചെയ്യും? ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. കാരണം കറണ്ട് ക്യാരി ചെയ്യുന്ന എല്ലാ കോയിലുകളും ആരായിട്ട് ബിഹേവ് ചെയ്യും? നമ്മൾ പഠിക്കുക മാഗ്നറ്റുകളെ പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, കറണ്ട് ക്യാരി ചെയ്യുന്ന എല്ലാ കോയിലുകളും മാഗ്നറ്റുകളെ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ ഇവരെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 2 മാഗ്നറ്റുകൾ അടുത്തേക്ക് വരുന്നതിന് തുല്യമാണ്. 2 മാഗ്നറ്റുകൾ അടുത്തേക്ക് വരുമ്പം അവരെന്താ ചെയ്യുക? അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അടുത്തേക്ക് വരാണ്ടിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇവർ അടുത്തേക്ക് വരുമ്പം ഒരു മാഗ്നറ്റ് മറ്റേ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ അടുത്തേക്ക് വരുമ്പം ഈ രണ്ടാമത്തെ ആളുടെ ഫ്ലക്സ് കൂടും. എന്ത് കാരണം? ഇതിനകത്തൂടെയുള്ള കറണ്ട് കാരണം, ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് കാരണം സെക്കൻഡ് കോയിലിൻ്റെ ഫ്ലക്സ് കൂടും. അതേ ലോജിക്ക് തന്നെ തിരിച്ചാലോചിക്കുവാണെങ്കിൽ സെക്കൻഡ് കോയിൽ കാരണം ഫസ്റ്റ് കോയിലിലെയും എന്ത് കൂടും? ഫ്ലക്സ് കൂടും.
അപ്പോൾ രണ്ടുപേരുടെയും എന്ത് കൂടും? ഫ്ലക്സ് കൂടും. ഫസ്റ്റ് കോയിൽ കാരണം സെക്കൻഡ് കോയിലുണ്ടാകുന്ന ഫ്ലക്സ് കൂടും, സെക്കൻഡ് കോയിൽ കാരണം ഫസ്റ്റ് കോയിലുണ്ടാകുന്ന ഫ്ലക്സ് കൂടും. അപ്പോൾ ഇവർ അൾട്ടിമേറ്റ്ലി ശ്രമിക്കുക ഫ്ലക്സിലുണ്ടാകുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. ഫ്ലക്സിലുണ്ടാകുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ രണ്ടിനകത്തുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയും കുറച്ചാൽ മതി. രണ്ടിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്താൽ മതി? രണ്ടിൽ കൂടിയും ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന കറണ്ട് നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കോയിലുകൾ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ എന്നാ സംഭവിക്കാമെന്നാണ് പറഞ്ഞത്? ഈവൻ ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് ഫീൽഡ് ലൈൻസ് കൂടും, അപ്പോൾ ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ഫ്ലക്സ് കൂടും. അപ്പം നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് പഠിക്കുന്ന കാര്യമാണ്, ഒരു കോയിലിലെ ഫ്ലക്സ് എപ്പോൾ കൂടിയാലും ആ ഫ്ലക്സിലുണ്ടാകുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എടുക്കും. എന്നിട്ട് എന്നാ സംഭവിക്കുക? ഇവിടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഫ്ലക്സ് കൂടാതിരിക്കണം. ഫ്ലക്സ് കൂടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവർ അടുത്തേക്ക് വരുന്നതനുസരിച്ച് ഇവന്മാരുടെ രണ്ടുപേരുടെയും എന്താണ്? മാഗ്നറ്റിക് ഫീൽഡുകൾ ചെറുതായി വന്നാൽ മതി. മാഗ്നറ്റിക് ഫീൽഡുകൾ ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്? ഫ്ലക്സ് കൂടുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ചെറുതായി വരണമെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടുകൾ കുറയണം, അല്ലേ? എന്ന് പറഞ്ഞാൽ രണ്ടിനകത്തും കറണ്ട് എന്ത് ചെയ്യും? കുറയും. കറണ്ട് ഇൻ ഈച്ച് വിൽ ഡിക്രീസ് എന്ന് പറയാം. ഓക്കെ, 39ാമത്തെ ക്വസ്റ്റിലേക്ക് വരുവാണല്ലേ. ഇഫ് M1, M2, M3 റെപ്രസെൻറ്റ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽസ് ആസ് ഗിവൺ ഇൻ ദി ഫിഗർ. അപ്പോൾ രണ്ട് കോയിലുകൾക്കിടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് M1, M2, M3 എന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് കേസിലെ M1, രണ്ടാമത്തെ കേസിലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് M2, മൂന്നാമത്തെ കേസിലാണ് M3. ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഏതായിരിക്കും നോക്കണം. ഇതിപ്പോൾ ഒരു കോയിലിനും അടുത്ത കോയിലും ഇത് ശരിക്കും ഇവിടെയാണ് കേട്ടോ മ്യൂച്വൽ ഇൻഡക്ഷൻ മാക്സിമം വരിക. അതായത് ഒരെണ്ണത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അടുത്ത കോയിലിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക, അല്ലേ? ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ കോയിൽ ബൈ ഫ്ലക്സ് ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ബൈ ദി അനദർ കോയിൽ. അടുത്തിരിക്കുന്ന കോയിലിലെ കറണ്ട് വേരി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കോയിലിൽ കറണ്ട് ഉണ്ടാകുന്നതിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഇങ്ങനെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുമ്പോൾ ഏറ്റവും അധികം പെട്ടെന്ന് ഫ്ലക്സ് വേരിയേഷനൊക്കെ കിട്ടുന്നത് ഈ രീതിയിൽ ഇരിക്കുമ്പോഴാണ്. ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് അടുത്ത കോയിലിരിക്കുക. അപ്പോൾ ഇവിടെയാണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ഏറ്റവും നന്നായിട്ട് നടക്കുക. ഇവിടെയാണ് ഹൈ വരിക, മ്യൂച്വൽ ഇൻഡക്ഷൻ ഹൈ വരിക ഇവിടെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ ഇതാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ നമുക്ക് മീഡിയം മ്യൂച്വൽ ഇൻഡക്ഷൻ വരും. ഇതെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന രീതിയിലാണ്. ഇവൻ്റെ ഫീൽഡും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന രീതിയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വീക്കായിട്ട്. ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നെഗ്ലിജിബിൾ ആയിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ്? M3ക്ക്, പിന്നെ ആർക്കാണ്? M1ന്, പിന്നെ ആർക്കാണ്? M2ന്. അപ്പോൾ M3 ഏറ്റവും കൂടുതൽ, M2 നടുക്ക് വരും, M1. ഓക്കെ, ശരിയാണ്, നമ്മൾ പറഞ്ഞ ഐഡിയ ശരിയാണ്. M3യുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ വരിക, M1ന് മീഡിയം വരും, M2നാണ് മിനിമം വരിക. അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് വരാം. 14ലേക്ക് വരുവാണെങ്കിൽ ഇഫ് എ മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ് ഇൻസൈഡ് എ റിംഗ് ആസ് ഷോൺ ബിലോ ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ റിംഗ് വിൽ ബി. അപ്പോൾ ഇതൊരു റിംഗ്, ഈ റിങ്ങിനകത്ത് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു? ഒരു മാഗ്നറ്റ് വെച്ചിരിക്കുന്നു. എന്നിട്ട് മാഗ്നറ്റ് ഇങ്ങനെ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോയിലിനകത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നൊരു കാര്യമേ, ഒരു കോയിലിനകത്ത് കറണ്ട് എപ്പോഴാണ് ഉണ്ടാകുക? ആ കോയിലിൽ കൂടിയുള്ള ഫ്ലക്സ് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കോയിലിരിക്കുക, കോയിലിനകത്ത് മാഗ്നറ്റും വെച്ചു. ഇതിനകത്തിരുന്ന് ഇങ്ങനെ മാഗ്നറ്റ് തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ പോകുന്ന ഫീൽഡ് ലൈൻസ് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ഇത് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ മാഗ്നറ്റ് തിരിയാന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ഫ്ലക്സ് കൂടുന്നുമില്ല കുറയുന്നില്ല. കാരണം ഫ്ലക്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ എന്നാണ് പറയുക. അത് ബി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വ്യത്യാസമില്ല. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കോയിലിൻ്റെ ഏരിയ, അതും കൂടുന്നുമില്ല കുറയുന്നുമില്ല. തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏരിയ വെക്ടർ. ഓക്കെ, ഈ മാഗ്നറ്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡും ആയിട്ടും ഏരിയ വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഫീൽഡും ഏരിയ വെക്ടറുടെ മേക്ക് ചെയ്യുന്ന ആംഗിളും മാറില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവില്ല? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവില്ല. ഫ്ലക്സിന് ചേഞ്ച് ഇല്ലെങ്കിൽ കറണ്ട് 0 ആയിരിക്കും. സോ 40ാമത്തെ ക്വസ്റ്റിന് ആൻസർ ഓപ്ഷൻ 1 വരും. നമുക്ക് 41ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ആൻ ഇൻഡക്ടർ ഹാവിങ് കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, ഒരു ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്, അല്ലേ? ഒരു കോയിലുണ്ട്, ആ കോയിലിൽ കൂടെയുള്ള കറണ്ട് പെട്ടെന്ന് വേരി ചെയ്യുന്നു. അപ്പം ആ കറണ്ടിലുണ്ടാകുന്ന വേരിയേഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് തന്നെ കറണ്ട് ഉണ്ടാകുക. ഒരു കോയിലിൽ കൂടെയുള്ള കറണ്ട് വേരി ചെയ്യുമ്പം ആ കറണ്ടിലുണ്ടാകുന്ന വേരിയേഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അതിൽ തന്നെ കറണ്ട് ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് 40 മില്ലി ഹെൻറി എന്ന് പറഞ്ഞേക്കുന്നത്. വാട്ട് ഈസ് ദി എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ് വെൻ എ കറണ്ട് 2 ആംപിയർ ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്? ഒരു ഇൻഡക്ടറിൽ കൂടി, ആ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് L. ഓക്കെ, ഒരു ഇൻഡക്ടർ, ആ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് L. ആ ഇൻഡക്ടറിൽ കൂടി നമ്മളിപ്പോൾ ഒരു 5 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ
ഒരു ഇൻഡക്ടറിൽ കൂടി I ആംപിയർ കറണ്ട് ഗ്രോ ചെയ്തെടുക്കാനായിട്ട് എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്യുന്ന വർക്ക് എത്രയാണോ ആ വർക്കാണ് അതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിനകത്ത് സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന എനർജിയാണ്. സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർമുല എന്താണ്? ½ LI². ഇത് രണ്ട് മീനിങ് ഉണ്ട്. ഈ ഇൻഡക്ടറിൽ കൂടി I ആംപിയർ കറണ്ട് ഗ്രോ ചെയ്തെടുക്കാൻ എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്ത വർക്ക് എത്രയാണെന്ന് വെച്ചാൽ ½ LI² ആണ്. സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി എത്രയെന്ന് വെച്ചാലും എത്രയാണ്? ½ LI². രണ്ടും ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് ½ ഇൻറ്റു എല്ലിൻ്റെ സ്ഥാനത്ത് എത്രയാണ് നിൽക്കുന്നത്? 40 മില്ലി ഹെൻറി. അപ്പം 40 ഇൻറ്റു 10⁻³ I². I എത്രയാണ് നിൽക്കുന്നത്? I നമുക്ക് 2 ആണ്. അപ്പോൾ I² എന്ന് പറയുമ്പോൾ 4 വരും അല്ലേ? ഓക്കെ. അപ്പോൾ ഉമ്മാർ രണ്ടുപേരുടെ ഞാൻ ക്യാൻസൽ കളഞ്ഞു. ഇത് 2 വരും. 40 ഇൻറ്റു 2 80. 80 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മില്ലി ജൂൾ എന്നെഴുതാം അല്ലേ? 80 മില്ലി ജൂൾ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. A wire of length 50 centimeter moves with a velocity 300 meter per minute. അപ്പോൾ നമ്മുടെ ഒരു വയർ. ഓക്കെ, ഇതൊരു വയർ. ഓക്കെ, ആ വയറിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് പറയുന്നത്? 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 ഇൻറ്റു 10⁻² മീറ്റർ. ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി എത്രയാണെന്നാണ് പറയുന്നത്? 300 മീറ്റർ പെർ മിനിറ്റ് എന്നാണ് പറയുക. പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡിലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ സെക്കൻഡ് 60. ഇപ്പോൾ 300/60 എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്. പെർപെൻഡിക്കുലർ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതാണ് വയർ. ഇവൻ മൂവ് ചെയ്യുന്ന സ്ഥലത്തെ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പെർപെൻഡിക്കുലർ, പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും പറയാത്തതുകൊണ്ട് 3 പേരും പെർപെൻഡിക്കുലർ. ദ ലെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി 3 പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്നു. ലെങ്ത്, വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് 3 പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടറിന് അക്രോസ് ഒരു EMF ഉണ്ടാകും. ആ EMFനെയാണ് നമ്മൾ മോഷണൽ EMF എന്ന് പഠിച്ചേക്കുന്നത്. മോഷണൽ EMFിൻ്റെ ഫോർമുല ഓർമ്മയുണ്ടോ? മോഷണൽ EMF ഈസ് ഈക്വൽ ടു BLV എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഉണ്ടായ EMF 2 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ചോദ്യം. സോ മാഗ്നറ്റിക് ഫീൽഡ് B ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? E/L ഇൻറ്റു V എന്ന് എഴുതിയാൽ മതി. E എത്രയാണെന്ന് നോക്കിക്കേ? E2. L എത്രയാണെന്ന് പറഞ്ഞേ? 5 ഇൻറ്റു 10⁻⁻1. ഇതാണ് എന്താ? L. വിയുടെ സ്ഥാനത്ത് 5 വരും അല്ലേ? ഓക്കെ, നമുക്കിനി ആരെ ക്യാൻസൽ ചെയ്യാൻ നോക്കിയേ? ഇപ്പം മുകളിലോട്ട് വരും. മുകളിലോട്ട് വരുമ്പം 20/5 ഇൻറ്റു 5 എന്ന് വരും. ശരിയാണോ? ഉമ്മാർ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇത് എത്ര? 4 വരും അല്ലേ? 4/5 എന്ന് വരും. അപ്പോൾ 4/5 എന്നുള്ളത് തന്നെ നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 8/10 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 എന്ന് വരും. 0.8 ടെസ്റ്റാ. ആൻസർ ഉണ്ടല്ലോ. ഓപ്ഷൻ 4 വരും. 43ാമത്തെ ക്വസ്റ്റിനേക്ക് പോണേ. എനർജി നീഡഡ് ടു എസ്റ്റാബ്ലിഷ് എ ഡയറക്റ്റ് കറണ്ട് I ഇൻ എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് L. അതല്ലേ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്? ഒരു ഇൻഡക്ടർ, അതിൻ്റെ ഇൻഡക്റ്റൻസ് L ആണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്തൂടെ I ആംപിയർ കറണ്ട് ഗ്രോ ചെയ്തെടുക്കാൻ, എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ് വേണ്ട എനർജി? എത്രയെന്ന് വെച്ചാൽ ½ LI². സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ 2 വരിക അല്ലേ? ഇവിടെ വന്നാൽ ചെറിയ വ്യത്യാസമുള്ളൂ. ½ IL² ആണ്. ഇതാണ് ½ LI². ഓക്കെ. 44ാമത്തെ ക്വസ്റ്റിനിലേക്ക് വരുവാണല്ലേ. എ കറണ്ട് ഫ്രം A to B ഈസ് ഇൻക്രീസിങ് ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ കറണ്ട് Aയിൽ നിന്ന് Bയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരുമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരിക എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ Aയിൽ നിന്ന് Bയിലേക്ക് ഒഴുകുന്ന കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് ഇവിടെ ഒരു സർക്കുലർ കോയിലിരിക്കുന്നത്. ഈ സർക്കുലർ കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഫ്ലക്സിന് വേരിയേഷൻ ഉണ്ടാകുന്ന എല്ലാ സ്ഥലത്തും കറണ്ട് ഉണ്ടാകും. ഫ്ലക്സ് കൂടുവാണെങ്കിൽ ഫ്ലക്സ് കുറയ്ക്കാൻ ശ്രമിക്കും. ഫ്ലക്സ് കുറയുവാണെങ്കിൽ ഫ്ലക്സ് കൂട്ടാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കുക, കറണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ലേ? കറണ്ട് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ ഈ കണ്ടക്ടർ കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണെന്ന് അറിയണമെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അങ്ങോട്ടല്ലേ? സോ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ചുറ്റിയാണ് വരിക, ഇങ്ങനെ വരിക. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോയിലിൽ നിന്ന് പുറത്തേക്കാണ് വരിക. അപ്പോൾ എന്താണ് അതിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ് വരിക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഔട്ട് ഓഫ് ദി പ്ലെയിൻ പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. അതുകൊണ്ട് തന്നെ ഞാനൊരു പേര് പറയുവാണ്. ഇവിടെയുള്ള ഫ്ലക്സിനെ ഞാൻ ഔട്ട്വേഡ് ഫ്ലക്സ് എന്ന് പറയാം. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്കല്ലേ ഫീൽഡ് ലൈൻസ് വരിക. അതുകൊണ്ട് ഞാൻ ആ ഫ്ലക്സിനെ ഔട്ട്വേഡ് ഫ്ലക്സ് എന്ന് പറയാം. എന്ത് പറയുവാണ്? ഔട്ട്വേഡ് ഫ്ലക്സ് എന്ന് പറയാം. അപ്പോൾ കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ ആര് കൂടും? ഫ്ലക്സ് കൂടും. എന്ത് ഫ്ലക്സ് കൂടും? ഔട്ട്വേഡ് ഫ്ലക്സ് കൂടും. ഔട്ട്വേഡ് ഫ്ലക്സ് കൂടുമ്പോൾ നമുക്ക് ഔട്ട്വേഡ് ഫ്ലക്സിനെ കുറയ്ക്കണ്ടേ? ഔട്ട്വേഡ് ഫ്ലക്സ് കൂടുമ്പം ഔട്ട്വേഡ് ഫ്ലക്സ് കുറയ്ക്കാൻ ഒരു വഴിയുണ്ട്. പകരം ഇൻവേർഡ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അകത്തേക്ക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഔട്ട്വേഡ് ഫ്ലക്സ് കൂടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്വേഡ് ഫ്ലക്സ് കുറയ്ക്കണം. ഔട്ട്വേഡ് ഫ്ലക്സ് കുറയ്ക്കാനുള്ള വഴി എന്താ? പകരം ഇൻവേർഡ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി.
ഔട്ട്വേർഡ് ഫ്ലക്സ് കുറയ്ക്കാൻ എന്ത് ചെയ്യുക, ഇൻവേർഡ് ഫ്ലക്സ് കുറയ്ക്കുക, ഇൻവേർഡ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഔട്ട്വേർഡ് ഫ്ലക്സ് കുറയ്ക്കാൻ എന്ത് ചെയ്യുക, ഇൻവേർഡ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇൻവേർഡ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തമ്പ് അകത്തേക്ക് ഇരിക്കണം, അകത്തേക്ക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. സർക്കുലർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് അകത്തേക്ക് വരണമെങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കണം നോക്കിക്കേ, കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കണം. ഈ സർക്കുലർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് അകത്തേക്ക് വരണം, അങ്ങനത്തേക്ക് വരണമെങ്കിൽ കറണ്ട് ഏത് ഡയറക്ഷൻ ആയിരിക്കണം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ ആണോ? നമുക്ക് 45ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 45ാമത്തെ ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. രണ്ട് കോയിലുകൾക്കിടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാലേ അത് നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്ന ഒരു കാര്യം കേട്ടോ. രണ്ട് കോയിലുകൾക്കിടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ഒരു കോയിലിനുള്ളിൽ അടുത്ത കോയിൽ വെക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ μ0 ഇൻറ്റു N1 N2 ഇൻറ്റു പൈ R1² ഇൻറ്റു L. ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയുക. അപ്പോൾ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഡിപ്പെൻഡ് ചെയ്യും, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇടയ്ക്കുള്ള മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓറിയൻറ്റേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മീഡിയം ബിറ്റ്വീൻ ദ കോയിൽസ്, കോയിലുകൾക്കിടയ്ക്കുള്ള മീഡിയമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, അടുത്തത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോയിൽസ്. രണ്ട് കോയിൽ അടുത്തിരിക്കുമ്പോൾ ഉള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ല, കുറച്ചുകൂടി അകലിരിക്കണം. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓറിയൻറ്റേഷൻ ഓഫ് ദി കോയിൽസ്, കോയിലുകളുടെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് മ്യൂച്വൽ ഇൻഡക്ഷൻ മാറും. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സിനെയും മ്യൂച്വൽ ഇൻഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, 46ാമത്തെ ക്വസ്റ്റിലേക്ക് വരുവാണല്ലേ. സിലിണ്ടറിക്കൽ ബാർ മാഗ്നറ്റ് ഈസ് കെപ്റ്റ് അലോങ് ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കോയിൽ. അപ്പോൾ ഇതൊരു സർക്കുലർ കോയിൽ എന്നെഴുതുക. ഈ സർക്കുലർ കോയിലിൻ്റെ ആക്സിസിൽ കൂടി നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മാഗ്നറ്റ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നോർത്ത് പോളാന്ന് എഴുതുക, ഇത് സൗത്ത് പോളാന്ന് എഴുതുക. ഇത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ് എവിടെ ഇരിക്കുന്നു, ആക്സിസിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, ഈ കോയിലിൻ്റെ ആക്സിസിൽ കൂടി ആര് പാസ് ചെയ്യുന്നു, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മാഗ്നറ്റ് പാസ് ചെയ്യുന്നു. മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് ദി ആക്സിസ് സച്ച് ദാറ്റ് നോർത്ത് പോൾ ഫേസ് ദി കോയിൽ. അപ്പോൾ ഇങ്ങനെ കോയിൽ ഇരിക്കുവാണ്, ഇവൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, അടുത്തേക്ക് വരുവായിരുന്നെങ്കിൽ ഫ്ലക്സ് കൂടിയനേം, അകന്ന് പോയാലും ഫ്ലക്സ് കൂടിയനേം. ഇനി ഇങ്ങനെ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുവായിരുന്നെങ്കിലും ഇവിടുത്തെ ഫ്ലക്സ് മാറിയനേം. ഇവൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ ഇവിടെ കിട്ടുന്ന ഈ കോയിലിൽ കിട്ടുന്ന ഫ്ലക്സ് കൂടുകയുമില്ല, കുറയുകയുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എത്രയെന്ന് ചോദിച്ചാൽ എന്താണ്, 0. റീസൺ എന്താണ്, ഫ്ലക്സിന് ഒരു ചേഞ്ചുമില്ല. 47ാമത്തെ ക്വസ്റ്റിനേക്ക് വരുവാണെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് ഡ്യൂ ടു. അത് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യമാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷനാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുക, അല്ലേ. 48ാമത്തെ ക്വസ്റ്റിനേക്ക് വരുവാണെങ്കിൽ വിസിബിൾ ലൈറ്റ് ഈസ് എമർജ്ഡ് ഫ്രം. അത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ ടേബിളിനകത്ത് തന്നുണ്ട്. വിസിബിൾ ലൈറ്റ് ഉണ്ടാകുന്നത് ഈ അറ്റോമിക് എക്സൈറ്റേഷൻ, ഡി എക്സൈറ്റേഷൻ ഇതൊക്കെ നടക്കുമ്പോഴാണ് വിസിബിൾ ലൈറ്റ് ഉണ്ടാകുക, അല്ലേ. ഓക്കെ, അതായത് ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. അതായത് ആദ്യം ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് ഹയർ എനർജി ലെവലിൽ എത്തണം, എന്നിട്ട് താഴത്തേക്ക് വരണം. അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏതാ, വിസിബിൾ ലൈറ്റ് കിട്ടണമെങ്കിൽ ബാൾമർ സീരീസ് നോക്കിയാൽ മതി, അല്ലെ. ഹൈഡ്രജൻ സ്പെക്ട്രം എടുക്കുമ്പം ബാൾമർ സീരീസ് നോക്കുകയാണെങ്കിൽ ഹയർ എനർജി ലെവൽസിൽ നിന്നും N=2 ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക, ഈ വിസിബിൾ ലൈറ്റ് ഉണ്ടാകുക. അങ്ങനെ ആറ്റോമിക് ലെവലിലുള്ള എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനും ഒക്കെ കൊണ്ടാണ് ശരിക്കും എന്തുണ്ടാകുക, വിസിബിൾ ലൈറ്റ് ഉണ്ടാകുക. അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 2 ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 49 വരുവാണെങ്കിലേ, ഫ്രീക്വൻസി ഓഫ് എക്സ്-റേ, ഗാമ-റേ ആൻഡ് UV റേ. ഇപ്പോൾ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ആൾ ഗാമയാണ് കേട്ടോ. ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ഗാമ, പിന്നെ എക്സ്റേ, പിന്നെ അൾട്രാ വയലറ്റ്, പിന്നെ വിസിബിൾ, ഇൻഫ്രാറെഡ്, ഇങ്ങനെയാണ് പോകുക, അല്ലേ. അപ്പോൾ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ആളാരാ, ഗാമയാണ്. ഗാമയുടെ ഫ്രീക്വൻസി B എന്നാണ് പറഞ്ഞല്ലേ. പിന്നെ ആരാ, എക്സ്റേയുടെ ഫ്രീക്വൻസി A എന്നാണ് പറഞ്ഞല്ലേ. പിന്നെ ആരാണ്, പിന്നെ യുവിയുടെ ഫ്രീക്വൻസി C എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണ്, Bക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എക്കാട്ടിലും കൂടുതൽ ആർക്ക്, Bക്ക്. അതുപോലെ സിയെക്കാട്ടിലും കൂടുതൽ മാർക്ക് തന്നെയാണ് സിയെക്കാട്ടിലും. എയെക്കാട്ടിലും വലുത് B ആണ്, സിയെക്കാട്ടിലും വലുത് ആര് തന്നെയാണ്, B തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 1. എയെക്കാട്ടിലും വലുത് B തന്നെ, സിയെക്കാട്ടിലും വലുതും B തന്നെ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ A വരും, അല്ലേ. ഇനി 1 വരും. വേറെ വല്ലതും ഉണ്ടോ നോക്കിക്കേ. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, എയെക്കാട്ടിലും വലുത് B പക്ഷേ B ചെറുതായിപ്പോയി. ഇവിടെ വന്നപ്പോൾ Bക്കാട്ടിലും വലുത് C എന്നായിപ്പോയി. ഇവിടെ വരുവാണെങ്കിൽ A വലുത് നന്നായിപ്പോയി, അത് തെറ്റിപ്പോയി. ഇവിടെയും A വലുതെന്ന് പറഞ്ഞേ, അത് തെറ്റിപ്പോയി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നോക്കി കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം, അല്ലേ. 50ാമത്തെ ക്വസ്റ്റിലേക്ക് വരുവാണെങ്കിൽ, ഇഫ് ഇലക്ട്രിക് ഫീൽഡ് E ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് B ആർ if E and B are electric and magnetic field vectors of an EM wave, then direction of propagation of electromagnetic wave is along the direction of. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അറിയാമെങ്കിൽ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, ഇപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, 3 പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അത് കൂടാണ്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുക.
അപ്പോൾ അതായത് അവൻ ഒരു മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ ആയിരിക്കും എന്ന് വെച്ചാൽ E×Bയുടെ ഡയറക്ഷൻ ആയിരിക്കും വെലോസിറ്റി. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ E×Bയുടെ ഡയറക്ഷൻ ആയിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയാം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇത് ഇവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതേ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ നേരെ ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതേ സമയത്ത് വേവ് അങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളായിരുന്നു, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് കരുതുവാണ്. അപ്പോൾ ശരി, താങ്ക്